الله هو الله لا إله إلا الله الله هو الله هو الله 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 الله
Assalamu alaikum warahmatullahi wabarakatuh. Can you hear me? എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ഓക്കെ. വോയിസ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഒന്ന് ചാറ്റ് ബോക്സിൽ നമുക്ക് വെയിറ്റ് ചെയ്ത്. യെസ്, യെസ്, യെസ്. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാ അള്ളാ. നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക്ഷോപ്പിന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്കാണ് നാം എല്ലാവരും കടന്നിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആൾക്കാരൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട് ഇൻഷാ അള്ളാ. എനിഹൗ വി ക്യാൻ സ്റ്റാർട്ട്. ഇന്നലെ നമ്മുടെ ഇൻട്രോഡക്ടറി ക്ലാസ് ഓൾറെഡി ഐ ഹാവ് ഷെയർഡ് വാട്ട് ഇസ് ദ ബെനിഫിറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഉപകാരം എന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നു മുതൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? എനിക്ക് അടുത്തൊരു 3-4 ദിവസം ഇൻഷാ അള്ളാ ചില പ്രാക്ടീസുകളിലൂടെ അഥവാ ചില പ്രോസസ്സുകളിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുപോകാൻ പോവുകയാണ്. ആർ യു റെഡി ഫോർ ദാറ്റ്? ഓക്കെ. ഇൻഷാ അള്ളാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, ഞാൻ നിങ്ങളോട് ചാറ്റ് ബോക്സിൽ മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ പറയുമ്പോൾ അഥവാ കമന്റ് ഇടാൻ പറയുമ്പോൾ ഓൺ ദ സ്പോട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മൈൻഡിൽ ഫസ്റ്റ് വരുന്നത്, വാട്ട് എവർ കംസ് ഇൻ യുവർ മൈൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. ചിലപ്പോൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് മൈൻഡിൽ ആദ്യം സ്ട്രൈക്ക് ആകുന്ന ഒരു ആൻസർ ഉണ്ട്. അതിനെ കുറെ ലോജിക്കലായി ചിന്തിച്ചിട്ട് മറുപടി പറയേണ്ട, മറിച്ച് വാട്ട് കംസ് ഇൻ യുവർ മൈൻഡ് ഫസ്റ്റ്, നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന ആൻസർ, ആദ്യം തന്നെ സ്പാർക്ക് ആവുന്ന ഒരു ആൻസർ ഉണ്ടാവില്ല, അത് അപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അതിന് പിന്നിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോട് ഞാൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ റിഫ്ലക്ഷൻസ് ഷെയർ ചെയ്യാൻ പറയും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സൈക്കോളജിക്കൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അഥവാ നിങ്ങളിപ്പോ ഞാനിപ്പോ ഒരു ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാൻ പറയും. നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം? ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതെന്തിനാണ്, അത് ആവശ്യമുണ്ടോ? ശരിക്കും അതിന്റെ ഒരു സൈക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് നമുക്ക് അറിയാത്തത് കൊണ്ട്. റിഫ്ലക്ഷൻ ആൻഡ് ഷെയറിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഷെയറിംഗ് എന്നൊക്കെ പറയുന്നത് ഇറ്റ് വിൽ യുനോ നമ്മുടെ ഇമോഷണൽ റിലീസിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ്. ഇപ്പൊ നെഗറ്റീവ് ഹോർമോൺ അഥവാ നമ്മുടെ സ്ട്രെസ് ഹോർമോൺ, ഞാൻ ഇന്നലെ ക്ലാസ്സിൽ ഒരു കുറെ ഹോർമോണുകളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. യെസ് ഓർ നോ, ഡു യു റിമെമ്പർ? ഇന്നലെ കുറെ ഹോർമോണുകളുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മുടെ സ്ട്രെസ് ഹോർമോണുകളിൽപ്പെട്ട ഒരു ഹോർമോണാണ് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ. നമ്മൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട്, അതായത് നമ്മൾ ഇപ്പൊ ഇവിടെ എന്തിനാണ് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്? നമ്മിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ആ പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് ചെലവഴിക്കുന്നത്. അപ്പൊ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ ആ കേട്ട ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ വന്ന കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു അറിയാം? ഓട്ടോമാറ്റിക് ആയിട്ട് ഈ കോർട്ടിസോൾ ഹോർമോൺ ഡിക്രീസ് ആവാൻ തുടങ്ങും. എന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രെസ് ഹോർമോൺ കുറയാൻ തുടങ്ങും. സ്ട്രെസ് ഹോർമോൺ കുറയുന്ന സമയത്ത് അഥവാ കോർട്ടിസോൾ കുറയുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബിക്കം ലൈറ്റർ, അത് റിലാക്സ്ഡ് ആവാൻ തുടങ്ങും. അണ്ടർസ്റ്റാൻഡ്? ഇതാണ് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ് ആൻഡ് ഇന്നർ ക്ലാരിറ്റി എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയമാണ് സെൽഫ് അവയർനെസ്. നമുക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും അറ്റ്ലീസ്റ്റ് നമ്മെ കുറിച്ചെങ്കിലും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ബോധം ഉണ്ടാവാം. അതുപോലത്തെ ഇന്നർ ക്ലാരിറ്റി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്, എവിടെയൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ എഴുതുന്ന സമയത്ത്, ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന അറിയാം? നിങ്ങൾക്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഇമോഷൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് തിരിച്ചറിയാൻ പറ്റും. അണ്ടർസ്റ്റാൻഡ്? അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷണൽ പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. നമുക്കൊക്കെ ഇമോഷനാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇമോഷന്റെ ആൾക്കാരാണ്. അപ്പൊ ആ ഇമോഷൻസിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇന്ന്
വേറെ തന്നെ ഒരു സൈക്കോളജിക്കൽ കോഴ്സ് ആയിട്ട് കൊടുക്കുകയാണ് ആൾക്കാർക്ക് ഇമോഷണൽ ഇന്റലിജൻസ്. നമുക്ക് IQ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. പിന്നെയോ EQ, ഇമോഷണൽ ഇന്റലിജൻസും കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്യണമെന്നാണ്. അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള മറ്റൊരു പ്രോസസ്സ് കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫീഡ്ബാക്ക് ഷെയറിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആർ യു റെഡി ഫോർ ഷെയറിംഗ് ദ ഫീഡ്ബാക്സ്? കമോൺ. ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്, ഞാൻ പറയാൻ ഇങ്ങനെ കുറെ ഉണ്ട്, പക്ഷെ നമുക്ക് അത് വേറെ തന്നെ ഒരു സിസ്റ്റം വെക്കേണ്ടി വരും. അതുകൊണ്ടാണ്. സോ എനി ഹൗ, ഇൻഷാല്ല നമ്മൾ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം എവ്രിബഡി വാണ്ട്സ് ടു ചേഞ്ച് യുവർ ലൈഫ്, അല്ലെ? എല്ലാവർക്കും ജീവിതം മാറ്റാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം ഉൾക്കൊള്ളണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചില ഷർത്തുകൾ ഞാൻ ആദ്യമേ പറയുകയാണ്. ഒന്നാമത്തെ ഷർത്ത്, നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് കൊണ്ട് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ക്ലോസ് യുവർ ലെഫ്റ്റ് ബ്രെയിൻ എന്നുള്ളതാണ്. നമുക്ക് രണ്ട് പാർട്ടുകളാണുള്ളത്, ലെഫ്റ്റ് ബ്രെയിൻ ആൻഡ് റൈറ്റ് ബ്രെയിൻ, അല്ലെ? നമ്മുടെ വലത് ഭാഗത്തുള്ളത് ലെഫ്റ്റ് ബ്രെയിനും നമ്മുടെ ഇടത് ഭാഗത്തുള്ളത് റൈറ്റ് ബ്രെയിനുമാണ്, അല്ലെ? യെസ് ഓർ നോ? അപ്പൊ ലെഫ്റ്റ് ബ്രെയിൻ, റൈറ്റ് ബ്രെയിൻ, ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലെഫ്റ്റ് ബ്രെയിനെ ക്ലോസ് ചെയ്യണം. നമ്മുടെ ലെഫ്റ്റ് ബ്രെയിനെ ക്ലോസ് ചെയ്യണം. എന്താ കാരണം? ലെഫ്റ്റ് ബ്രെയിന്റെ പ്രത്യേകത എന്താണ്? ക്യാൻ എനിബഡി ടെൽ മി വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ലെഫ്റ്റ് ബ്രെയിൻ? എന്താണ് ഈ ലെഫ്റ്റ് ബ്രെയിന്റെ പ്രത്യേകത? അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്താട്ടെ. ലെഫ്റ്റ് ബ്രെയിനിന്റെ പ്രത്യേകത എന്താണ്? യെസ്, ലോജിക്കൽ മൈൻഡ് ആണ് ലെഫ്റ്റ് ബ്രെയിൻ. ലെഫ്റ്റ് ബ്രെയിൻ എന്ന് പറയുന്നത് ലോജിക്കൽ മൈൻഡ് ആണ്. അഥവാ നമ്മൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കിപ്പോ ഇന്ന് മുതൽ എന്ത് ചെയ്യാണ്ട് ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്യാനാണ്. അപ്പൊ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മെഡിറ്റേഷൻ ഒക്കെ വേണം, ഇതിപ്പോ ചെയ്തിട്ട് എന്താണ്? നമ്മുടെ മൈൻഡ് ഇങ്ങനെ ലോജിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. ചില പ്രോസസ്സിൽ നിങ്ങൾക്ക് ചെയ്യാറുണ്ട്. അഥവാ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമുക്ക് അള്ളാഹു നൽകിയ നിഅമത്തുകൾ എഴുതുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതിപ്പോ എഴുതിയിട്ട് എന്ത് കാര്യം? അപ്പൊ ആദ്യമേ ഞാൻ നിങ്ങളോട് പറയുന്ന ഇതാണ്, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ലെഫ്റ്റ് ബ്രെയിൻ ക്ലോസ് ചെയ്യുക. ആർ യു റെഡി ഫോർ ദാറ്റ്? ലെഫ്റ്റ് ബ്രെയിൻ ക്ലോസ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? എന്ന് വെച്ചാൽ നിങ്ങളെ മൈൻഡ് എന്ത് ചോദിച്ചാൽ, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയാം സ്റ്റോപ്പ്, ഇപ്പൊ ഞാൻ ഇതൊന്ന് ചെയ്യട്ടെ, അത്രയേ ഉള്ളൂ. ഐ വാണ്ട് ടു ഡു ഇറ്റ്, യെസ്, ദാറ്റ്സ് ഓൾ. എനിക്കത് ചെയ്യുക, അത്ര മാത്രമേ ലക്ഷ്യമുള്ളൂ, വേറെ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് ബ്രെയിൻ അവിടെ ക്ലോസ് ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ ഷർട്ട്. രണ്ടാമത്തെ ഷർട്ട് ഇതാണ്, ബി ഇൻവോൾവ്ഡ് ഇൻ ദ പ്രോസസ് 100%. നിങ്ങൾക്ക് ഈ ക്ലാസ് കൊണ്ട് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ 100% നിങ്ങൾ എന്താകുക, ഈ ക്ലാസ്സിൽ ഇൻവോൾവ്ഡ് ആകും. ഇൻവോൾവ്ഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ഒരു പ്രോസസ്സ് തന്നാൽ ആ പ്രോസസ്സ് കൃത്യമായിട്ട്, ഞാൻ പറയുന്നത് എത്ര ദിവസം? ആകെ 4 ദിവസമാണ്. ആ 4 ദിവസം ചെറിയ ആക്ടിവിറ്റി, ചെറിയ വർക്കേ നിങ്ങൾക്ക് തരുന്നുള്ളൂ. ആ വർക്ക് എന്താക്കുക, ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടല്ല, പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾ ഈ പ്രോസസ് ഒക്കെ ചെയ്യേണ്ടത്? കമാൺ, ഒന്ന് ടൈപ്പ് ചെയ്താട്ടെ, എല്ലാവരും നോക്കട്ടെ. ആർക്ക് വേണ്ടിയിട്ടാണ്? യെസ്, നമുക്ക് വേണ്ടി, അല്ലെ? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പ്രോസസ് ചെയ്യേണ്ടത്. യെസ് ഓർ നോ? നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നമുക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. സോ 100% ഇൻവോൾവ് ആവാൻ ശ്രമിക്കുക. ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അതിന് ചില നിബന്ധനകൾ പറയുമ്പോൾ അതിനനുസരിച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാകുമ്പോഴേ നിങ്ങൾക്ക് എന്താവുകയുള്ളൂ, ഈ ക്ലാസ് കൊണ്ട് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ എന്നർത്ഥം. മൂന്നാമത്തത്, ഫ്രീഡം ടു എക്സ്പ്രസ് യുവർ ഇമോഷൻസ്. ചിലപ്പോൾ നമ്മൾ ഈ ഗൈഡഡ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഇമോഷൻസുകൾ, എത്രയോ ആൾക്കാർ വ്യത്യസ്ത തരത്തിലുള്ള ഇമോഷൻ ആയിരിക്കും. ചില ആൾക്കാർക്ക് കരയാൻ തോന്നും, ചില ആൾക്കാർക്ക് ചിരിക്കാൻ തോന്നും, ചില ആൾക്കാർക്ക് ആ പുഞ്ചിരിക്കാൻ തുടങ്ങും. ഏത് ഫീലിംഗ് ആണോ നിങ്ങൾക്ക്, ചില ആൾക്കാർക്ക് പൊട്ടിക്കരയാൻ എടുക്കാൻ തോന്നും. അത് ഓരോരുത്തരുടെയും ഇമോഷണൽ എന്താണ് ബേർഡൻസ് അനുസരിച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ആ സമയത്ത്, കാരണം ഇതിപ്പോ ഓൺലൈൻ ആണ്, നമ്മൾ ഫിസിക്കൽ ക്ലാസ്സിലാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഓരോരുത്തരുടെ മുഖങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കും ഇവർ ഏത് ഇമോഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യും, അവർക്ക് സജഷൻ കൊടുത്താൽ പുറത്തിടാൻ ശ്രമിക്കും. ഇതിപ്പോ ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പൊ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, നിങ്ങൾക്ക് ഏത് ഇമോഷൻ ആണോ വരുന്നത് ആ ഇമോഷൻ അങ്ങ് മനസ്സിന്റെ ഉള്ളിൽ പിടിച്ചു വെക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം, അതങ്ങ് പുറത്ത് ഒഴുക്കി കളയും. പറഞ്ഞ മനസ്സിലാകുന്നുണ്ട?
ഇപ്പൊ കരയാനായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുക, കരയാൻ മനസ്സ് വന്നാൽ കരയുക. ചിലപ്പോൾ ചിരിക്കാനായിരിക്കും വരുന്നത്, പറയാൻ പറ്റൂല, അപ്പൊ പിന്നെ ചിരിച്ചോളി. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് എന്ത് ഇമോഷനാണോ ആ സമയത്ത് ഫീൽ ചെയ്യുന്നത് അതങ്ങനെ തന്നെ പുറത്തേക്ക് എന്താക്കുക, ഒഴുക്കി വിടാൻ ശ്രമിക്കുക. കാരണം അത് പിടിച്ചു വെക്കുമ്പോ നമ്മുടെ നെഞ്ഞ് ഇങ്ങനെ കട്ട പിടിക്കുമ്പോഴാവും, എന്തോ വല്ലാത്തൊരു സ്ട്രെസ് ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് ഈ കാര്യം, മൂന്നാമത്തെ ഈ കാര്യം കൂടി ശ്രദ്ധിക്കുക. ഈസ് ദാറ്റ് ക്ലിയർ ടു യു? കമോൺ, ക്ലിയർ ആണോ? അതുപോലെ തന്നെ നാലാമത്തെ, ലാസ്റ്റ് ഫൈനൽ എന്താണ്, നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ, ഞാനിപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുന്ന് ചെയ്യലാണ് ഏറ്റവും ബെറ്റർ. കിടന്ന് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇരുന്ന് ചെയ്യാം. അതേസമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പൊസിഷനും ദാറ്റ്സ് യുവർ ചോയ്സ്. ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇരിക്കണം തന്നെ പറയുന്നില്ല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ദാറ്റ്സ് അപ് ടു യു. ഓക്കെ, ഇത്ര കാര്യങ്ങൾ എന്താക്കുക, നിങ്ങൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾ വിഷയത്തിലേക്ക് കടക്കുക. ആ എന്താണ് നമ്മുടെ ജീവിതം മാറ്റുക എന്ന് പറഞ്ഞാൽ, ടു ചേഞ്ച് ലൈഫ് ഈസ് വെരി ഈസി. യെസ് ഓർ നോ? ജീവിതം മാറ്റുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. ഹൗ മെനി ഓഫ് യു അഗ്രി വിത്ത് ദിസ് കമന്റ്? ടു ചേഞ്ച് ലൈഫ് ഈസ് ഈസി. ജീവിതം മാറ്റാൻ ഈസിയാണ്. എപ്പോന്നറിയോ? ഇഫ് യു ഹാവ് ദ ഡിസയർ. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ജീവിതം മാറ്റാൻ ഈസിയാണ്. ആഗ്രഹം വേണം, എന്നിട്ട് അതിനു വേണ്ടി പണിയെടുക്കേണ്ടി. ജീവിതം മാറ്റുക എന്ന് പറയുന്നത് ദർ ആർ ടു ഓപ്ഷൻ. ഒന്ന് നെഗറ്റീവ് ചേഞ്ച് ഉണ്ട്, മറ്റൊന്ന് പോസിറ്റീവ് ചേഞ്ച് ഉണ്ട്. ഏത് ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് ആഗ്രഹം? ഏത് ചേഞ്ചസ് ആണ്? കമോൺ, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചേഞ്ച്? ഏത് ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് ആഗ്രഹമുള്ളത്? ഓഫ്കോഴ്സ് എല്ലാവർക്കും ആഗ്രഹമുള്ളത് എന്തായിരിക്കും? പോസിറ്റീവ് ചേഞ്ച് ആയിരിക്കും, അതിലൊരു സംശയമില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ ലൈഫിൽ എന്ത് വേണം? ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകണം എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാം? ഞാൻ ഇന്നലെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചിന്തയാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. ദ ബേസ് ഓഫ് എവറിത്തിങ് ഈസ് അവർ തോട്ട്സ്. നമ്മുടെ ചിന്തയാണ്. ചിന്ത മാറിയാൽ ജീവിതം മാറും. ചിന്ത മാറിയാൽ ജീവിതം മാറും. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് കോർ പോയിന്റ്. ചിന്ത മാറിയാൽ ജീവിതം മാറും. ഇന്ന് നമ്മൾ ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് അവർ പാസ്റ്റ് തോട്ട്സ്. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള ചിന്തയുടെ റിസൾട്ട് ആണ് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത്. ഹൗ മെനി ഓഫ് യു അഗ്രി? കം ഓൺ, യെസ് ഓർ നോ? ഇന്നലെ ഞാൻ എന്താണോ ചിന്തിച്ചത്, അല്ലെങ്കിൽ ഇത്ര കൊല്ലക്കാലം ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ചതിന്റെ റിസൾട്ട് ആണ് ഇന്ന് ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത്. എന്നെ കൊണ്ട് ഒന്നും സാധിക്കുകയില്ല, എനിക്ക് ഒരു നല്ല വശങ്ങളും ഇല്ല, എനിക്ക് ഒന്നും തന്നെ ഇല്ല, ഞാൻ പാവപ്പെട്ടവനാണ്, എന്നെ കൊണ്ട് അത് കഴിയൂല, എന്നെ കൊണ്ട് ഇത് കഴിയൂല. ഇങ്ങനെ നമ്മളിങ്ങനെ നെഗറ്റീവായി ചിന്തിച്ചപ്പോൾ ഞാൻ ഒന്നും അല്ലാതിപ്പായിട്ടുണ്ട്. അതേസമയത്തോ എന്നെ കുറിച്ച് നല്ല നല്ല ചിന്തകളാണ് എനിക്ക് ഉണ്ടായത് എങ്കിൽ ഇന്നും ഞാൻ എന്റെ ലൈഫിൽ ഹാപ്പി ആയിട്ടുണ്ടാവും. അതാണ് പറഞ്ഞത്, ദ പ്രസന്റ് ലൈഫ് ഓഫ് യു ഈസ് ദ റിസൾട്ട് ഓഫ് യുവർ ഓൾഡ് തോട്ട്സ്, യുവർ പാസ്റ്റ് തോട്ട്സ്. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്താണോ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചത്, അതിന്റെ റിസൾട്ട് ആണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിതം. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ജീവിതം ഫ്യൂച്ചറിൽ ഉണ്ടാകണമെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം മുതൽ നിങ്ങളുടെ ചിന്ത മാറ്റിയാൽ മതി. ഇഫ് യു ചേഞ്ച് യുവർ തോട്ട്സ് റൈറ്റ് നൗ, യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. അപ്പൊ എവിടെയാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്? നമ്മുടെ ചിന്തയിലാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത് എന്നർത്ഥം, അല്ലെ? നമ്മുടെ ചിന്തയിലാണ് എന്ത് ചെയ്യേണ്ടത്? വർക്ക്ഔട്ട് ചെയ്യേണ്ടത് എന്നർത്ഥം. അതേ സമയത്ത് നാം മുമ്പ് ചിന്തിച്ചതുപോലെ, പണ്ട് എങ്ങനെയാണോ എന്നെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് ഇനിയും എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ 100% ഷുവർ എന്റെ ജീവിതം ഇപ്പൊ ഉള്ളതുപോലെ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിജി പറയുന്ന ഒരു വാക്കുണ്ട്, യുവർ ലൈഫ് ഈസ് യുവർ തോട്ട്സ്. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളാണ്, അല്ലെ? ഇന്നമല്ല ആമാലു ബിന്നിയാത്ത്, എല്ലാം എവറിത്തിങ് ഈസ് ബേസ്ഡ് ഓൺ യുവർ ഇന്റൻഷൻ. എല്ലാം നിങ്ങളുടെ നിയത്താണ്. എന്താണ് നിയത്ത് എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് തോട്ട്സ്. നിങ്ങൾ എന്ത് ചിന്തിച്ചിട്ടാണോ നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നത്, അതായിരിക്കും നിങ്ങളുടെ റിസൾട്ട്. അപ്പൊ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തയുടെ റിസൾട്ട് ആണ് എന്നർത്ഥം. അപ്പൊ നമ്മുടെ ലൈഫ് മാറണമെങ്കിൽ നമ്മൾ എവിടെയാണ് മാറ്റേണ്ടത്? എവിടെയാണ് നമ്മൾ മാറേണ്ടത്? കമോൺ, ടൈപ്പ് ഇൻ ദ ചാറ്റ് ബോക്സ്. എവിടെയാണ് നമ്മൾക്ക് മാറ്റം കൊണ്ടുവരേണ്ടത്?
ഞാൻ ഇങ്ങനെ ചാറ്റ് ചെയ്യാൻ പറയുന്നത് എന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ മൈൻഡ് അവിടെ വർക്ക് ചെയ്യണം. യെസ്, നമ്മുടെ ചിന്തയിൽ മാറ്റം കൊണ്ടുവരണം, നമ്മുടെ തോട്ട്സിൽ മാറ്റം കൊണ്ടുവരണം എന്നർത്ഥം. ഏഹ് അപ്പൊ നമ്മുടെ ജീവിതം മാറണമെങ്കിൽ നമ്മുടെ ചിന്തയിൽ മാറ്റം കൊണ്ടുവന്നാൽ മതി. അല്ലെ? ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഏഹ് ഒരു മനുഷ്യന്റെ മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ അവന്റെ ജീവിതം വിജയിച്ചു. മനസ്സ് ശുദ്ധമാകുക. എന്താണ് ഈ മനസ്സ് ശുദ്ധിയാകുക എന്ന് പറഞ്ഞാല്? പ്യൂർ പോസിറ്റീവ് തോട്ട്സ് അവന്റെ മനസ്സിലുണ്ടാകും. പോസിറ്റീവ് തോട്ട്സ് ആണ് ഒരു മനുഷ്യന് ഉള്ളത് എങ്കിൽ അവന്റെ ജീവിതത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാകും. നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആണ് ഒരു മനുഷ്യന്റെ മനസ്സിലുള്ളത് എങ്കിൽ അവന്റെ ജീവിതം നെഗറ്റീവിലാണ് ഉണ്ടാവുക. അതാണ് ഖുർആൻ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഏഹ് അപ്പൊ നമ്മുടെ ജീവിതം പരാജയപ്പെടുന്നതിന് കാരണം നമ്മുടെ മൈൻഡിൽ നെഗറ്റീവ് തോട്ട്സ് ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ മൈൻഡിൽ പോസിറ്റീവ് തോട്ട്സ് ആണ് ഉള്ളത് എങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതത്തിൽ വിജയവും സംഭവിക്കും. അല്ലെ? ഇന്നലെ ഞാൻ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം മാറാതെ ഒരാളെയും അള്ളാഹു മാറ്റുകയും. സ്വന്തം മാറുക. ഏഹ് വേണ്ടാത്ത ചിന്ത മനസ്സിൽ വരുമ്പോ എങ്ങനെ കൺട്രോൾ ചെയ്യണം, എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം, ഇൻഷാ അല്ലാഹ് അതല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഡോണ്ട് വറി, ഇൻഷാ അല്ലാഹ് അതൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. ഏഹ് നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ചോദ്യം. നമ്മൾ എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്ത് ചെയ്യും? ഇൻഷാ അല്ലാഹ് അതിന്റെ ഇത് വരുന്നുണ്ട്. ഏഹ് അപ്പൊ നമ്മൾ മാറിയാൽ നമ്മുടെ ചുറ്റുപാടും നമുക്ക് മാറ്റാൻ സാധിക്കും എന്നാണ് അർത്ഥം. അല്ലെ? അപ്പൊ നമുക്കറിയാം നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്, പോസിറ്റീവ് തോട്ട്സ് ഉണ്ട്. നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയേ. നിങ്ങൾ ആ കയ്യിലുള്ള ബുക്ക്, നിങ്ങളുടെ കയ്യിലുള്ള ബുക്ക് എടുത്തിട്ട് ഒന്ന് എഴുതി നോക്കിയേ. നമ്മുടെ മൈൻഡിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഏത് തോട്ട്സ് ആയിരിക്കും? ഒരു ദിവസം, ഇന്നലത്തെ ദിവസം തന്നെ ചിന്തിച്ചു നോക്കി, അല്ലെങ്കിൽ മിനിയാന്നത്തെ ദിവസം നോക്കി. നമ്മൾ ഒരു ദിവസം സാധാരണ ഏറ്റവും കൂടുതൽ വരുന്ന തോട്ട്സ് നെഗറ്റീവ് തോട്ട്സ് ആണോ, പോസിറ്റീവ് തോട്ട്സ് ആണോ? ഒന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. യെസ്, ഹൈയസ്റ്റ് ഏതാണ്? നെഗറ്റീവ്. ആൻസർ വരട്ടെ, എല്ലാവരും കറക്റ്റ് ആൻസർ വരട്ടെ. നെഗറ്റീവ്. ഏഹ് ഏകദേശം ആൾക്കാർക്ക് പറയാനുള്ള ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് തോട്ട്സ് എന്നായിരിക്കും. ഏകദേശം ആൾക്കാർക്ക് പറയാനുള്ള ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് തോട്ട്സ് എന്നൊക്കെ ആയിരിക്കും. സാറിനോ? എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് നമുക്ക് നെഗറ്റീവ് തോട്ട്സ് കൂടുതലായി വന്നത്? കാരണം നമ്മുടെ സാഹചര്യങ്ങൾ മുഴുവനും നെഗറ്റീവ് തോട്ട്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ജീവിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് മാറ്റണം. ഇപ്പൊ ആരാണ് മാറ്റേണ്ടത്? പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കല അല്ല, നമ്മൾ സ്വയം മാറ്റേണ്ടതുണ്ട്. അല്ലെ? അതല്ല അള്ളാഹു പറഞ്ഞത്. നമ്മൾ മാറിയാലേ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറുകയുള്ളൂ. എന്റെ ജീവിതം സന്തോഷത്തിലാകാൻ ആരാണ് മാറേണ്ടത്? എന്റെ തോട്ട്സ് ആണ് മാറേണ്ടത്. എന്റെ കയ്യിൽ വീടില്ല, എനിക്ക് വീടില്ല, സ്വന്തമായിട്ട് കാറില്ല, എങ്കിൽ പോലും ഐ ക്യാൻ ബി ഹാപ്പി ഇൻ മൈ ലൈഫ്. എനിക്ക് എന്റെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയും. എപ്പോ? എന്റെ ചിന്ത പോസിറ്റീവ് ആണെങ്കിൽ. എന്റെ ചിന്തയിൽ എന്താണുള്ളത്? അൽഹംദുലില്ലാ, എനിക്ക് ചെറിയൊരു താമസിക്കാനുള്ള റൂമുണ്ട്. യാത്ര ചെയ്യാൻ എനിക്ക് വാഹനങ്ങളൊന്നും ഇല്ലെങ്കിലും നടന്നുകൊണ്ട് എനിക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. നോക്കിയേ, ചിന്ത മാറിയാൽ സാഹചര്യം മാറും. അപ്പൊ എനിക്ക് എപ്പോഴും പോസിറ്റീവ് തോട്ട്സ് ആകുമ്പോൾ എനിക്ക് റീഗ്രറ്റ് വരില്ല, എനിക്ക് ടെൻഷൻ ഉണ്ടാകൂല, എനിക്ക് സാഡ്നെസ് ഫീൽ ചെയ്യൂല, എന്റെ ലൈഫ് എനിക്കൊരു ബോറിംഗ് ആയിട്ട് തോന്നുകയില്ല. ഞാൻ വളരെ എനർജറ്റിക് ആയിട്ട് എന്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു അറിയോ? അറിയാതെ എന്റെ ലൈഫിൽ ഗ്രോത്ത് സംഭവിക്കാൻ തുടങ്ങും, വളർച്ച ഉണ്ടാകാൻ തുടങ്ങും. വളർച്ചകൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. ആ സമയത്തും ഞാൻ സെയിം മെന്റാലിറ്റി തന്നെയാണ്, സെയിം തോട്ട് പാറ്റേൺ തന്നെയാണ്. ഐ എം ഹാപ്പി വിത്ത് മൈ ലൈഫ്. ഞാൻ എന്റെ ജീവിതത്തിൽ സന്തോഷമാണ്. അങ്ങനെ സന്തോഷത്തെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നല്ല പീക്ക് ലെവലിലേക്ക് എത്തിച്ചേരുന്നത് എന്നർത്ഥം. അല്ലെ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്താണ്? ദ റിച്ച്നെസ് ഓഫ് മൈൻഡ്. അല്ലെ? റിച്ച്നെസ് ഓഫ് മൈൻഡ്, നമ്മുടെ മനസ്സിന്റെ റിച്ച്നെസ്. സൈക്കോളജിസ്റ്റുകൾ പഠിപ്പിക്കുന്നു യുവർ ഇന്നർ റിച്ച്നെസ്
creates the outer richness. Your inner richness creates the outer richness. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ റിച്ച്നെസ് ഫീൽ ചെയ്താൽ, ഐശ്വര്യം ഫീൽ ചെയ്താൽ നമ്മുടെ പുറത്തും ഐശ്വര്യം ഉണ്ടായിരിക്കും. നമ്മുടെ ഉള്ളിലുള്ളത് ഭയങ്കര ഇടുങ്ങിയ നെഗറ്റീവ് തോട്ട്സുകളാണ് എങ്കിൽ പുറത്തും നമുക്ക് എന്തായിരിക്കും ഉണ്ടാവല്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് സൈക്കോളജിസ്റ്റുകൾ പഠിപ്പിക്കുന്നത് വാട്ട് യു ഗിവ് ഔട്ട് യു ഗെറ്റ് ഇറ്റ് ബാക്ക്. നിങ്ങൾക്ക് എന്താണോ പുറത്തേക്ക് കൊടുക്കുന്നത് അതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ നെഗറ്റീവ് തോട്ട്സ് ആണോ പുറത്തിടുന്നത് എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് നെഗറ്റീവ്സുകൾ മാത്രമായിരിക്കും. എന്റെ മക്കളെ കുറിച്ചുള്ള എന്റെ തോട്ട്സുകൾ നെഗറ്റീവാണ്. എന്റെ കുട്ടി പഠിക്കുന്നില്ല, എന്റെ കുട്ടി പറയുന്ന പോലെ കേൾക്കുന്നില്ല, എന്റെ കുട്ടി നല്ലില്ല, അവന്റെ സ്വഭാവം മടക്കാണ്, ഇങ്ങനെ ഞാൻ നെഗറ്റീവായിട്ടാണ് എന്റെ മക്കളെ കുറിച്ച് ചിന്തിക്കുന്നത് എങ്കിൽ എന്റെ മക്കളും നെഗറ്റീവായിട്ടേ എന്നോട് പെരുമാറും. കാരണം എന്തേ, ഞാൻ കൊടുക്കുന്നത് നെഗറ്റീവാണ്. അണ്ടർസ്റ്റാൻഡ്? അതെ, ചിലപ്പോ ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയില്ല, അല്ലെ? നാം ഇതുവരെ സ്വന്തം ഉമ്മയുടെ കൂടെ ജീവിച്ച സാഹചര്യമല്ല നമുക്ക് ചിലപ്പോൾ ഭർത്താവിന്റെ വീട്ടിൽ പോയാൽ ഉണ്ടാവുന്നത്. ആ സമയത്ത് എന്റെ ചിന്തകൾ മാറുകയാണ്, ചിന്തകൾ നെഗറ്റീവ് ആകുകയാണ്. ഒരുപാട് പ്രതീക്ഷയോടുകൂടെയാണ് ഞാൻ എന്താക്കുന്നത്, ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ എത്തിയപ്പോ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ കണ്ടപ്പോ ഞാൻ നെഗറ്റീവ് ആകാൻ തുടങ്ങി. അങ്ങനെ നെഗറ്റീവ് ആകാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എനിക്ക് പുറത്ത് കാണുന്നതൊക്കെ നെഗറ്റീവ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും ഞാൻ കൂടുതൽ സ്ട്രെസ്ഡ് ആവുകയാണ്. അല്ലെ, കല്യാണം കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ, സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്? സ്ട്രെസ്. ആരോട് പറയും, എന്ത് ചെയ്യും? ഇതാണ് സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നത്. ആരോട് പറയും, എന്ത് ചെയ്യും? ആരോടാണ് ഇപ്പൊ പറയേണ്ടത്? ആരോടാണ് ഇപ്പൊ പറയേണ്ടത്? എങ്കിൽ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്താൽ അതൊക്കെ മാറ്റാൻ പറ്റും? നമുക്ക് നോക്കാം മാറ്റാൻ പറ്റുമോ ഇല്ലയെന്ന്. മാറ്റാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. എന്താ കാരണം? ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നടക്കുമ്പോൾ ഞാൻ നെഗറ്റീവ് ആയിരിക്കുന്ന സ്ട്രെസ്ഡ് ആവാൻ തുടങ്ങും. ഞാൻ സ്ട്രെസ്ഡ് ആയിട്ട് എന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? Can I solve my problems if I am stressful? ടെൻഷൻ അടിച്ചത് കൊണ്ട് എന്റെ പ്രശ്നം തീരോ? Come on, type in the chat box. നിങ്ങൾ ടെൻഷൻ അടിച്ചത് കൊണ്ട് നിങ്ങളുടെ പ്രശ്നം തീരും? ഇല്ല. പിന്നെ ടെൻഷൻ അടിച്ചത് എന്ത് കാര്യം? അതേസമയത്ത് ഞാൻ പറയുന്നത് എന്താണ്, നമ്മുടെ തോട്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയാൽ. നമ്മുടെ തോട്ട്, നമുക്ക് നമ്മുടെ മദറിന്റെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂല, ഭർത്താവിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂല, ഭാര്യയുടെ ചിന്ത എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം എന്താണ്? എന്റെ തോട്ട്സ് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഐ ക്യാൻ ചേഞ്ച് മൈ തോട്ട്സ്. എന്റെ തോട്ട്സ് ചേഞ്ച് ചെയ്താൽ എനിക്ക് എന്ത് സംഭവിക്കും? എന്റെ ചുറ്റുഭാഗത്തുമുള്ള ആൾക്കാരിലും മറ്റുള്ള സാഹചര്യങ്ങളിലൊക്കെ. യെസ്, ബട്ട് ഹൗ? അതാണ് ചോദ്യം. എങ്ങനെ? ദാറ്റ്സ് വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ആ ചോദ്യത്തിനുള്ള ഉത്തരാണ് നമ്മുടെ ക്ലാസ്. ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞല്ലോ, വെയിറ്റ്. അതിനുള്ള ഉത്തരമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. നമ്മുടെ ചിന്തയാണ് മാറ്റം വരേണ്ടത്. എങ്ങനെ? എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലെ? എവ്രിബഡി വാണ്ട്സ് ടു നോ ഹൗ ടു ചേഞ്ച് അവർ തോട്ട്സ്, അല്ലെ? എല്ലാവരും ഈഗർലി വെയിറ്റിംഗ് ആണ്. എങ്ങനെയാണ് നമ്മുടെ ചിന്ത മാറ്റേണ്ടത്? പണ്ടൊരിക്കലൊരു ചെറിയൊരു കുട്ടി എന്താക്കുകയാണ്, ഒരു കടപ്പുറത്തേക്ക് പോയ സമയത്ത് ബീച്ചിലേക്ക് പോവുകയാണ്. ബീച്ചിലേക്ക് പോയ സമയത്ത് ആ കുട്ടി അവിടെ ഒരു ബലൂൺ സെല്ലർ ആയിട്ടുള്ള ഒരാളെ കാണുന്നു. അയാൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബലൂണുകൾ, ഡിഫറെന്റ് കളേഴ്സ് ബലൂണുകൾ ഇങ്ങനെ വിൽപ്പന നടത്തുന്നുണ്ട്. അപ്പൊ അതിൽ റെഡ് കളർ ഉണ്ട്, വൈറ്റ് കളർ ഉണ്ട്, ഓറഞ്ച് കളർ, ഗ്രീൻ കളർ, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കളറുകളിലുള്ള ബലൂണുകളാണ് കൊടുത്തുകൊണ്ടുള്ളത്. ഇതൊക്കെ ആകാശത്തിലൂടെ ഇങ്ങനെ പറക്കുന്നുണ്ട്. കുട്ടികൾ ഇങ്ങനെ വാങ്ങിയിട്ട് ആകാശത്തിലൂടെ ഇങ്ങനെ പറത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കുട്ടി നേരെ ഈ ബലൂൺ സെല്ലർ ആയിട്ടുള്ള ആളുടെ അടുത്തേക്ക് പോയി ചോദിച്ചു, ബലൂൺ മാമ, ഈ കാണുന്ന ബ്ലാക്ക് ബലൂൺ, അതിൽ ആരും വാങ്ങാത്ത ബ്ലാക്ക് ബലൂണാണ്. ആ ബ്ലാക്ക് ബലൂൺ കാണിച്ചുകൊണ്ട് ഈ കുട്ടി ചോദിക്കുകയാണ്, ബലൂൺ മാമ, ഈ ബ്ലാക്ക് ബലൂണും മറ്റു ബലൂണുകളെ പോലെ ആകാശത്ത് പറന്നു പോകുമോ? ഈ ചോദ്യം കേട്ട ബലൂൺ മാമ ആ കുട്ടിയോട് പറയുകയാണ്, മോനെ, ബലൂണിന്റെ കളറല്ല ബലൂൺ പറക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്, മറിച്ച് അതിന്റെ ഉള്ളിലുള്ള സാധനമാണ്. എന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിലേക്ക് ഹീൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പറന്നു പോകും. അത് പറന്നു പോകും എന്ന് ആര് പറയാണ്? ബലൂൺ മാമ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ജസ്റ്റ് അങ്ങനെ
അപ്പൊ ബലൂൺ മാമ പറയുകയാണ്, മോനെ അതിന്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് അതായിരിക്കും ആ ബലൂണ് എത്രമാത്രം പറക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഇതേ സംഭവം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ്. നമ്മുടെ തോട്ട്സ് ആണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. അപ്പൊ നമ്മുടെ തോട്ട്സിൽ നെഗറ്റീവ് എന്ന് വെച്ചാൽ നമ്മുടെ തോട്ട്സ് പോസിറ്റീവ് തോട്ട്സ് ആണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ പറന്നു പോകാൻ സാധിക്കും. നമ്മുടെ തോട്ട്സ് എന്ന് പറയുന്ന കംപ്ലീറ്റ് നെഗറ്റീവ് ആണെങ്കിലോ എന്റെ ജീവിതം ഡൗൺ ടു ഡൗൺ ഡൗൺ ടു ഡൗൺ ഇങ്ങനെ താഴോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഹൈയിലേക്ക് എത്തണോ അല്ല ഏറ്റവും ഡൗണിലേക്കാണോ എത്തേണ്ടത്? വാട്ട് ഡു യു വാണ്ട്? യെസ്, ഹൈ. എവ്രിബഡി വാണ്ട്സ് ഹൈ, റൈറ്റ്? യെസ്. ഇതാണ് എന്റെ വിഷയം. വന്നാൽ ഞാൻ ഇരുന്ന് റബ്ബിനോട് പറയലാണ്, അപ്പോൾ എല്ലാം ശരിയാകും. മാഷാ അല്ലാഹ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ എന്ത് പ്രശ്നം വന്നാൽ അള്ളഹാനോട് പറയും, അപ്പൊ ശരിയാകും. യെസ് അല്ലെ? നമുക്ക് അന്ന് തന്നെയല്ലാണ് മുമ്പിലുള്ളത്. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ചിന്ത മാറ്റേണ്ടത്. നമ്മുടെ ചിന്ത മാറ്റേണ്ടത്. എങ്ങനെയാണ് നമ്മുടെ ചിന്ത മാറ്റേണ്ടത്? എല്ലാവർക്കും ചോദ്യം ഇതാണ്, ഹൗ ടു ചേഞ്ച് അവർ തോട്ട്സ്. വില്യം ജെയിംസ് എന്ന് പറയുന്ന ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ വളരെ പ്രശസ്തനായ പ്രൊഫസർ പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? ദ ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി ഓഫ് മൈ ജനറേഷൻ ഈസ് ദാറ്റ് ഹ്യൂമൻ ബീങ്സ് ക്യാൻ ആൾട്ടർ ദെയർ ലൈഫ്സ് ബൈ ആൾട്ടറിങ് ദെയർ തോട്ട്സ്. ചിന്തകൾ മാറ്റിക്കൊണ്ട് ലോകത്ത് ഏതൊരു മനുഷ്യനും അവന്റെ ജീവിതങ്ങൾ മാറ്റാമെന്ന്. ഇഫ് യു ചേഞ്ച് യുവർ തോട്ട്സ് യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ചിന്ത മാറ്റിയാൽ ജീവിതം മാറ്റാം. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ചിന്ത മാറ്റേണ്ടത്? ചോദ്യത, ഹൗ ടു ചേഞ്ച് അവർ തോട്ട്സ്. നമ്മുടെ ചിന്ത എങ്ങനെയാണ് മാറ്റേണ്ടത്? ക്യാൻ എനിബഡി ടൈപ്പ് ഇൻ ദ ചാറ്റ് ബോക്സ്? എങ്ങനെ നമ്മുടെ ചിന്ത മാറ്റാൻ പറ്റും? ഹൗ ടു ചേഞ്ച്? യെസ് അല്ലെ? എങ്ങനെയാണ് നമ്മുടെ ചിന്ത മാറ്റുക? അതിന് ഏറ്റവും ഒന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ചിന്തയിലേക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ചിന്തയിലേക്ക് എന്ത് ഇട്ട് കൊടുക്കുന്നു? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തത്. ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ചിന്ത ഇട്ടുകൊടുക്കുക. എന്താണ് ഈ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്? അതാണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. കോർ സബ്ജക്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോർ പ്രിൻസിപ്പിൾ ഓഫ് ചേഞ്ചിങ് തോട്ട്സ്. നമ്മുടെ ചിന്ത മാറ്റുന്നതിന്റെ കോർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ബി എ മൈൻഡ്, ഹാവിങ് എ മൈൻഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു മൈൻഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കുന്നു? ഖാലിഖാകുന്ന റബ്ബ് നമ്മളെ സൃഷ്ടിച്ചത് തന്നെ നമുക്ക് വേണ്ടി എല്ലാം സംവിധാനിച്ചു തന്നിട്ടാണ്. ഈ ലോകത്തുള്ള സകല വസ്തുക്കളെയും റബ്ബ് സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്. ആകാശം സൃഷ്ടിച്ചത്, ഭൂമി സൃഷ്ടിച്ചത്, വ്യത്യസ്തമായിട്ടുള്ള സ്പേസുകൾ സൃഷ്ടിച്ചിരിക്കുന്നത്, മരങ്ങൾ, മൃഗങ്ങൾ, എവറിത്തിങ് അല്ലെ, എല്ലാം സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? മനുഷ്യരാകുന്ന നമുക്ക് വേണ്ടിയിട്ടാണ്. വലഖദ് കറംനാ ബനി ആദം. ആദം സന്തതികളെ ഞാനിതാ ബഹുമാനിച്ചിരിക്കുന്നു, അഥവാ മനുഷ്യരെ ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു. റബ്ബ് അറിയാം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടിയിട്ടാണ് എല്ലാം സൃഷ്ടിച്ചു തന്നത്. അത് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് എന്തുണ്ടാകണം? നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡിന്റെ, ശുക്രിന്റെ മനോഭാവം നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ ഡെവലപ്പ് ചെയ്താൽ എന്താണ് ബെനിഫിറ്റ് എന്നറിയോ? ഞാൻ എല്ലാത്തിനും ശുക്ർ കാണിക്കുന്ന ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റബ്ബ് പറഞ്ഞൊരു പ്രോമിസ് ഉണ്ട്. എന്താണ് ആ പ്രോമിസ്? നിങ്ങൾ നന്ദിയുള്ള ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണോ കിട്ടിയിട്ടുള്ളത് അതിൽ നിങ്ങൾ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടുകൂടെ അത് സ്വീകരിച്ച് എനിക്ക് നിങ്ങൾ ശുക്ർ ചെയ്യുകയാണ് എങ്കിൽ അസീദന്നക്കും, ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ശുക്ർ ചെയ്യാനുള്ള അവസരങ്ങൾ ഞാൻ തന്നുകൊണ്ടേയിരിക്കും അർത്ഥം. ഒന്നല്ല രണ്ടല്ല. എനിക്ക് നിങ്ങൾ ഇങ്ങനെ നന്ദി കാണിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് സന്തോഷം കൂടും, എനിക്ക് വളരെ സന്തോഷം വരും. അപ്പൊ നിങ്ങൾക്ക് ഇനിയും ഞാൻ എന്താക്കും? എന്നോട് ശുക്ർ ചെയ്യാനുള്ള അവസരങ്ങൾ ഇട്ടുതരും, പുതിയ 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 അവസരങ്ങൾ. അപ്പൊ നന്ദിയുള്ള മനസ്സ് നമുക്ക് ഉണ്ടായാൽ ഒരുപാട് കാര്യങ്ങൾ, റിച്ച്നെസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന അർത്ഥം. പക്ഷെ നമ്മൾ നന്ദി കാണിക്കാറുണ്ടോ? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ.
ആർ വി എക്സ്പ്രസിംഗ് ദ ഗ്രാറ്റിറ്റ്യൂഡ് ടു അള്ളാഹു സുബ്ഹാനഹു വ തആല? ഏഹ് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്കുള്ളതൊന്നും നമുക്ക് അറിയുന്നില്ല. ഇല്ലാത്തതിനെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്. യെസ് ഓർ നോ? ഇല്ലാത്തതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഏഹ് എനിക്ക് ഭർത്താവുണ്ട്. ഭർത്താവിന്റെ സ്വഭാവത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ആള് ഭയങ്കര ദേഷ്യക്കാരനാണ്. ആ ദേഷ്യക്കാരനാകുന്ന ഭർത്താവിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ ജീവിതത്തെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു ജീവിതം മനസ്സിലാണ്. ആത്മഹത്യ എങ്ങാനും എന്റെ ജീവിതത്തിൽ അനുവദനീയമായിരുന്നുവെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യട്ടായിരുന്നു. പല പെണ്ണുങ്ങളും പറയുന്ന ഒരു വാക്കാണ്. എന്ത്? ആ ആത്മഹത്യ അനുവദനീയമായിരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്യട്ടായിരുന്നു? ആത്മഹത്യ ചെയ്യട്ടായിരുന്നു. ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു. എന്റെ ചോദ്യം ഇതാണ്. ആത്മഹത്യ ചെയ്യാൻ മാത്രം നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിച്ചിട്ടുള്ളത്? ഏഹ് ചെറിയ ചെറിയ കടങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ടെൻഷൻ അടിച്ച് എന്താ ചെയ്യാണ്? ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുക. ചെറിയ ഹെൽത്ത് ഇഷ്യൂസുകൾ വരുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിക്കുകയാണ്. നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയാണ്. അള്ളാഹിനോട് പറയാണ്, അള്ളാഹ് നീ എന്തിനു റബ്ബേ ഇങ്ങനെ എന്നെ പരീക്ഷിക്കുന്നത്? ഏഹ് ജീവിതത്തിൽ വ്യത്യസ്തമായ പ്രോബ്ലംസുകൾ റബ്ബ് തന്ന് നമ്മളെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. അതെന്തിനാണ്? നമ്മുടെ മനസ്സ് സ്ട്രോങ് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അല്ലെ? പ്രവാചകന്മാർക്കൊക്കെ അള്ളാഹു കൊടുത്ത പരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരെയുള്ള ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്കിയാലും അവർക്കൊക്കെ എന്തൊക്കെ പരീക്ഷണങ്ങൾ, എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്തിനാണത്? അവരുടെ ഈമാൻ ഒന്ന് സ്ട്രോങ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ഈമാനോ അവരുടെ മനസ്സൊന്ന് സ്ട്രോങ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ വരുമ്പോൾ തന്നെ നമ്മളെ ഇങ്ങനെ നെഗറ്റീവ് അടിച്ചിട്ട് എന്താക്കുകയാണ്? ലൈഫ് തന്നെ വേണ്ട വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, എന്തൊരവസ്ഥയാണ് നമ്മുടേത്. അപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നന്ദി കാണിച്ചിട്ടില്ല, അതുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടായെന്ന് വിചാരിച്ചാൽ മതി. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവന് കൊടുക്കില്ല. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവന് കൊടുക്കൂല. ഇതാണ് ഒരു പ്രിൻസിപ്പിൾ. അടുത്ത പ്രിൻസിപ്പിൾ ആണ് എന്ത്? ഉള്ള ആൾക്കാർക്ക് കൊടുക്കും, ഇല്ലാത്ത ആൾക്കാർക്കോ കൊടുക്കല. എന്താണ് അതിന്റെ അർത്ഥം? നന്ദി കാണിക്കുന്ന മനസ്സുണ്ടോ എങ്കിൽ അള്ളാഹു എനിക്ക് തരും. നന്ദി കാണിക്കുന്ന മനസ്സില്ലേ എന്നാ പിന്നെ കിട്ടുകയും ചെയ്യാനാണ്. അപ്പൊ നന്ദിയുള്ള മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. an attitude of gratitude. നന്ദിയുള്ള മനസ്സുണ്ടാക്കിയ. ആർ യു റെഡി ഫോർ ദാറ്റ്? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്, നിങ്ങളൊക്കെ നന്ദി പറയാറുണ്ടോ? ആർ യു ഐ മീൻ ഡു യു എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ്? എക്സ്പ്രസ് ചെയ്യാറുണ്ടോ? എങ്ങനെ? എന്തിനൊക്കെയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്? എന്തിനൊക്കെ? കൊട്ടാരം പോലത്തെ വീട് നമുക്കുണ്ട്. വലിയ കാർ നമുക്കുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ, ലക്ഷക്കണക്കിന് രൂപ നമ്മുടെ ബാങ്കിൽ ബാലൻസ് ആയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ഈ ശുക്ർ കാണിക്കേണ്ട ആവശ്യം? നമുക്ക് ഇപ്പോൾ എന്തുണ്ട് എന്നതിലാണ് നമ്മൾ ശുക്ർ കാണിക്കേണ്ടത്. പ്രസന്റ്. അത് ലക്ഷക്കണക്കിനാകണമെന്നില്ല, കൊട്ടാരം പോലത്തെ വീടാകണമെന്നില്ല. എന്താണോ നമുക്കുള്ളത് അതിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കും. വാട്ട് യു ഹാവ് റൈറ്റ് നൗ. നിങ്ങൾക്ക് എന്തൊക്കെയാണുള്ളത് ഒന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഇത് നമ്മൾ ചെയ്യേണ്ട പണി എന്താണ്? ഇനിയാണ് നമ്മൾ പ്രോസസ്സിലേക്ക് കടക്കാൻ പോകുന്നത്. നമുക്കൊക്കെ മാറണ്ടേ? റെഡിയല്ലേ? എല്ലാവരും റെഡിയല്ലേ? ബേസിക് ആയ പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവന് കൊടുക്കൂല. ഉള്ളവന് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവനിക്ക് അള്ളാഹു കൊടുക്കും, ഇല്ലാത്തവനിക്ക് കൊടുക്കൂല. അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ അള്ളാഹുവിനോട് ശുക്ർ കാണിക്കണം. എങ്ങനെയാണ് ശുക്ർ കാണിക്കുന്നത്? ഇപ്പൊ നമ്മളൊക്കെ എന്താണ് അള്ളാഹ് പറയാണ്, എന്ത്? നിങ്ങൾക്കൊക്കെ അള്ളാഹു തന്ന നിയമത്ത് എത്ര ഉണ്ടാവും? ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഒരു ഏകദേശം എത്ര നിയമത്ത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാവും? എത്ര അനുഗ്രഹങ്ങൾ അള്ളാഹ് ചെയ്തിട്ടുണ്ടാവും? ഒരു ഏകദേശം കുറെ പറഞ്ഞാൽ, ഒരു സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ കണക്കില്ല. ഒരു 100 പറഞ്ഞാൽ തീരില്ല. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ ഈ പറഞ്ഞ വാക്കെല്ലാം സൂക്ഷിക്കേണ്ടി വരും. നമുക്ക് നോക്കേണ്ടി വരും. ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് നോക്കണം ഇൻഷാ അല്ലാഹ്. ഒരു ഏകദേശം ഒരു 500 ഉണ്ടാവോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പറഞ്ഞല്ലോ കൗണ്ട്ലെസ് അല്ലെ? നമുക്ക് നോക്കാം.
എന്നാ പിന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ട് ബുക്ക്, എല്ലാവരുടെ കയ്യിൽ നോട്ട് ബുക്ക് ഉണ്ടല്ലോ, ഒരു പേപ്പർ ആ നോട്ട് ബുക്ക് ഉണ്ടെങ്കിൽ ബെറ്റർ. ഇത് ഇന്ന് ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കല്ല, ലൈഫ് ലോങ് നമുക്ക് എടുത്തു വെക്കാൻ വേണ്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്, നമ്മുടെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ക്ലാസ് അഥവാ ശുക്രിയ എന്ന് പറയുന്ന നമ്മുടെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ക്ലാസ്സിലെ ഏറ്റവും കോറായിട്ടുള്ള പ്രാക്ടിക്കൽ സൈക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്, നമ്മൾ ഇതുവരെ എന്ത് ചെയ്യുന്ന അറിയാം? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ പറയൽ മാത്രമേ നടന്നിട്ടുള്ളൂ. If you count the blessings of Allah, it is countless. അല്ലെ? അള്ളാഹു നൽകിയ നിഅമത്തുകൾ ഇങ്ങനെ നിങ്ങൾ എടുത്ത് എണ്ണുകയാണ് എങ്കിൽ എണ്ണിയാലും തീരൂല എന്നർത്ഥം. പക്ഷെ നമുക്ക് നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യണം? ആ നോട്ട് ബുക്ക് എടുത്തത്, അത് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാണ്. ആ ബുക്കിന്റെ പേരാണ് എന്ത്? ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. ആ പേരെന്നെ അങ്ങനെ ആക്കി വെക്കാം, നിങ്ങൾ എക്സ്ട്രാ ഡെക്കറേഷൻ ആക്കിക്കോ. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. ആ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ നമ്മൾ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട പണി എന്താണെന്ന് അറിയാം? നിങ്ങൾക്ക് റബ്ബ് നൽകിയ ഒരു 30 അനുഗ്രഹങ്ങൾ ഇപ്പൊ എഴുതിയിട്ടെടുക്കണം. ഇപ്പൊ റബ്ബ് നൽകിയ ഒരു 30 അനുഗ്രഹങ്ങൾ ഒന്ന് എഴുതിയെടുക്കാൻ പറ്റും? പെട്ടെന്ന് നോക്കാം എവരിബഡി. റബ്ബ് നൽകിയ 30 അനുഗ്രഹങ്ങൾ ഒന്ന് എഴുതിയെടുക്കാം ഇപ്പൊ തന്നെ, ഓൺ ദ സ്പോട്ട്. കുറെ വേണം, 30 എണ്ണം എഴുതിയ. ഐ വിൽ ഗിവ് ദ ടൈം ഫോർ യു. റബ്ബ് നൽകിയ 30 അനുഗ്രഹങ്ങൾ. കമോൺ, ആർ യു റെഡി? ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. സോ ആർ യു റെഡി? കമോൺ, ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ തുടങ്ങിക്കോളൂ. ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യേണ്ടതല്ല, നിങ്ങൾ നോട്ടിൽ എഴുതിയെടുക്കുക. റബ്ബ് നിങ്ങൾക്ക് നൽകിയ 30 അനുഗ്രഹങ്ങൾ. ഞാൻ ചോദിച്ചത് 30 300 3000 ഞാൻ ചോദിച്ചു. യെസ്, 5 മിനിറ്റ് സമയം തരാം. യെസ് ബീങ് എ മുസ്ലിം, ഒരു മുസ്ലിം ആകുക എന്ന് പറയുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്. ഓക്കെ, എഴുതിക്കോളൂ. ഓക്കെ, ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണ്ട, നിങ്ങൾ എഴുതിയെടുക്കും. 5 മിനിറ്റ് സമയമാണ്. സംശയം ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ എന്താക്കാൻ നിങ്ങൾക്ക് ചോദിക്കാം. الله هو الله പാട്ട് കഴിയുമ്പോ എന്ത് ചെയ്യണം? لا إله إلا الله الله هو الله هو الله الله
ഓക്കെ, ഒരാൾക്ക് മാത്രം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു അല്ലെ? ഓക്കെ, എന്നൊന്ന് നിർത്താം, ജസ്റ്റ് ഒന്ന് നിർത്തി വെക്കാം, ജസ്റ്റ് ഒന്ന് നിർത്തി വെക്കാം. എല്ലാവരും ക്ലാസ്സിലേക്ക് റിട്ടേൺ വരും. 5 മിനിറ്റ് സമയം തന്നു അല്ലെ? ഈ 5 മിനിറ്റ് സമയം തന്നപ്പോ ഞാൻ എഴുതാൻ പറഞ്ഞത് എത്രയാണ്? 1000 എഴുതാൻ പറഞ്ഞിട്ടുണ്ട? 500 എഴുതാൻ പറഞ്ഞിട്ടുണ്ട? വേണ്ട, 250 എഴുതാൻ പറഞ്ഞിട്ടുണ്ട? ഇല്ല. എത്രയാണ് എഴുതാൻ പറഞ്ഞത്? 5 മിനിറ്റ് കൊണ്ട് വെറും 30 നിഅമത്തുകളാണ് എഴുതാൻ പറഞ്ഞത്. എത്ര ആൾക്കാർക്ക് 30 നിഅമത്ത് 5 മിനിറ്റ് കൊണ്ട് എഴുതാൻ സാധിച്ചിട്ടുണ്ട്? ഐ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഐ എന്ന് ടൈപ്പ് ചെയ്താട്ടെ. എത്ര ആൾക്കാർക്ക് സാധിച്ചിട്ടുണ്ട് 5 മിനിറ്റ് കൊണ്ട് റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ? നിങ്ങൾ പറഞ്ഞത് എന്താണ്? കൗണ്ട്ലെസ് നിഅമത്ത് എനിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. കൗണ്ട്ലെസ് അല്ലെ? കൗണ്ട്ലെസ് എന്ന് വെച്ചാൽ എണ്ണിയാലും എണ്ണിയാലും തീരാൻ പറ്റാത്തത്ര നിഅമത്ത് റബ്ബ് തന്നിട്ടുണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ അള്ളാഹു നൽകിയ നിഅമത്ത് എണ്ണുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് തീർക്കാൻ പറ്റൂല. പക്ഷേ എന്നിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു 30 എണ്ണ എഴുതാൻ പറഞ്ഞപ്പോ നമ്മുടെ മൈൻഡിൽ അത് ബ്ലോക്ക് ചെയ്ത് കിടക്കുകയാണ്. എന്താണ് എഴുതേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം. റബ്ബ് എന്ത് എഴുതണം? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്നറിയാം? നമ്മുടെ മനസ്സിന്റെ ഉള്ള്, അഥവാ നമ്മുടെ മനസ്സിന്റെ ഉള്ളെന്തായിരിക്കണം? കംപ്ലീറ്റ് നമ്മുടെ ലൈഫിൽ ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകൾ ഇട്ടിട്ടിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഗോൾഡ് പ്യൂർ ഒരുപാട് നിയമത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കണ്ണുണ്ട് പക്ഷെ കാണാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ പോലെ. യെസ് പറഞ്ഞ ഒരു ബ്ലോക്ക് ഫീലിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ മൈൻഡിൽ നമുക്ക് അല്ലാഹു നൽകിയ നിഅമത്തുകൾ പോലും തിരിച്ചറിയാൻ പറ്റാത്ത പോലെ നമ്മുടെ മൈൻഡ് ബ്ലോക്ക് ആയി കിടക്കുകയാണെന്ന് അർത്ഥം. അതിനുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ പ്രോസസ്സിംഗ് ഒക്കെ തന്നത്. ഇല്ലെങ്കിൽ എനിക്ക് പറയായിരുന്നു നിങ്ങളെ തന്നെ, എന്ത് നാളെ ക്ലാസ്സിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അല്ലാഹു നൽകിയ 30 നിയമത്ത് എഴുതണോ? അത് നിങ്ങൾ എഴുതി വരും. കാരണം എന്താ? മണിക്കൂറുകൾ എടുത്തിട്ട് എഴുതാൻ പറ്റും. 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എഴുതണം എന്ന് പറയാൻ കാരണം എന്താ? നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് അല്ലാഹു നൽകിയ നിഅമത്തുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ലൈഫിലുള്ള അള്ളാഹു നൽകിയ ഒരുപാട് അനുഗ്രഹത്തെ തിരിച്ചറിയാൻ പറ്റുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് തന്ന കണ്ണ്, നമ്മൾ ഓരോ സെക്കൻഡുകളിലും ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഓക്സിജൻ, ഓരോ സമയത്തും നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ണിലുള്ള കാഴ്ച, ആ കണ്ണിലുള്ള നരമ്പുകൾ, അതിലൂടെ ഓടുന്ന ബ്ലഡുകൾ, 2 കൈകൾ, ആ കൈകൾ അനക്കാൻ പറ്റുന്നത്, കൈകൾ ഉയർത്താൻ പറ്റുന്നത്, കൈകൊണ്ട് സാധനം പിടിക്കാൻ പറ്റുന്നത്, ഇതൊക്കെ അനുഗ്രഹങ്ങളല്ലേ? നമ്മുടെ ശരീരം മാത്രം നോക്കിയാൽ എത്ര കൗണ്ട്ലെസ് നിഅമത്തുകൾ നമുക്ക് അറിയാൻ പറ്റും. ഓരോ സെക്കൻഡുകളിൽ നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഓക്സിജൻ ഇറ്റ്സ് അൺകൗണ്ടബിൾ അല്ലേ? സാറിനോ? പക്ഷെ അതൊന്നും നമുക്ക് തിരിച്ചറിയുന്നില്ല. നമ്മൾ ഇല്ലാത്തതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. എനിക്ക് കാറില്ല, എനിക്ക് വീടില്ല, എനിക്ക് മനസ്സമാധാനമില്ല. മനസ്സമാധാനം ആരെ കയ്യിൽ കൊടുത്തിട്ട്? നല്ലൊരു കാറിന്റെ കയ്യിലാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു കാർ ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സമാധാനം. എന്റെ മനസ്സമാധാനം ഹസ്ബൻഡിന്റെ കയ്യിലാണുള്ളത്. എന്റെ ഹസ്ബൻഡ് നല്ലതാണെങ്കിൽ എനിക്ക് മനസ്സമാധാനം, ഹസ്ബൻഡ് നല്ലില്ലെങ്കിലോ എനിക്ക് മനസ്സമാധാനം ഇല്ല. നിങ്ങളോട് ആരാണ് പറഞ്ഞത് നിങ്ങളുടെ മനസ്സമാധാനം വേറൊരാളെ കയ്യിൽ കൊടുക്കാൻ? നമ്മുടെ മനസ്സിന്റെ സമാധാനം നമ്മുടെ കയ്യിലാണ് ഉണ്ടാകേണ്ടത്. ഹസ്ബൻഡ് ഇല്ലാതെ ജീവിക്കുന്ന എത്ര പാവപ്പെട്ട വിധവകളായിട്ടുള്ള ആൾക്കാരുണ്ട്. ഭർത്താവ് മരിച്ചുപോയി എത്ര പെണ്ണുങ്ങൾ ആ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അപ്പൊ അൽഹംദുലില്ലാഹ് എനിക്ക് ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടല്ലോ, എനിക്ക് പ്രിയപ്പെട്ടവൻ എന്ന് പറയാൻ ഒരാളെങ്കിലും ജീവിച്ചിരിപ്പുണ്ടല്ലോ. അപ്പൊ ഓട്ടോമാറ്റിക് മനസ്സിലുള്ള ദുഃഖം കുറയും. ആ ദുഃഖം കുറയുമ്പോൾ ഹസ്ബൻഡിനോടുള്ള പെരുമാറ്റം മാറും. ആ പെരുമാറ്റം മാറുമ്പോൾ അറിയാതെ മനുഷ്യനാകുന്ന ഹസ്ബൻഡിന്റെ ഇമോഷൻസിൽ മാറ്റം വരികയും അങ്ങനെ അദ്ദേഹവും മാറും. ഇനി മാറിയിട്ടില്ലെങ്കിലോ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. കാരണം എന്ത്? എന്റെ ജീവിതം എന്റെ കയ്യിലാണ്. എന്റെ ജീവിതത്തെ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ ഉണ്ടാകുന്നത്, സ്ട്രെസ് ഉണ്ടാകുന്നത്, എന്റെ ജീവിതത്തോട് എനിക്ക് വെറുപ്പുണ്ടാകുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കിയ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. വലിയൊരു പ്രവാചകൻ, വലിയൊരു പ്രവാചകൻ. ആ മുത്തിന് നൂഹ് നബി അലൈഹി ഇസ്ലാമിനിക്ക് പോലും അള്ളാഹു ഈ പരീക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എനിക്കും അതിനേക്കാളും ചെറിയ പരീക്ഷണേ തീരത്തില്ല. വലിയ പരീക്ഷണമൊന്നും തന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഉപ്പ വഫാത്താകുന്നു, ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ ഉമ്മ വഫാത്താകുന്നു. എന്തൊരു പരീക്ഷണമാണ് റബ്ബേ! അപ്പൊ നമ്മളെ വ്യത്യസ്തമായ രൂപത്തിൽ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും.
പക്ഷെ ആ പരീക്ഷണത്തിന്റെ മുമ്പിലും പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റിയാൽ നമ്മുടെ ജീവിതം വിജയിച്ചു എന്നർത്ഥം. നമുക്ക് വലിയ പ്രയാസങ്ങളൊന്നും അള്ളാഹു തന്നിട്ട്, അള്ളാഹു എല്ലാത്തിനും താത്സലാമത്താക്കട്ടെ. അപ്പൊ നമുക്ക് അള്ളാഹു നൽകിയ ഞാമത്തുകളുണ്ട്, എത്രയോ ഞാമത്തുകളുണ്ട് അല്ലെ. നമുക്ക് കിട്ടുന്ന ഓരോ സെക്കൻഡുകളിലും നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഓക്സിജൻ, ആ ഓക്സിജന്റെ വില അറിയണമെങ്കിൽ നമുക്കൊന്ന് ഹോസ്പിറ്റലുകളിലെ ICUകളിൽ പോകണം. ലക്ഷക്കണക്കിന് പൈസ കൊടുത്തുകൊണ്ട് ഓക്സിജൻ മാസ്ക് വെച്ചുകൊണ്ടാണ് അവിടെ ഒരു രോഗി ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്, ഓക്സിജൻ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സെക്കൻഡുകളിൽ. യസാമ നമ്മളതിലേക്ക് പൈസ കൊടുത്തിട്ടുണ്ടോ? നമ്മൾ അള്ളാഹിനോട് ചോദിച്ചിട്ടുണ്ടോ? അള്ളാഹ് എപ്പോഴെങ്കിലും നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ, റബ്ബേ എനിക്ക് നല്ല ശുദ്ധമായിട്ടുള്ള ഓക്സിജൻ തരണേ അള്ളാന്ന് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ ചോദിക്കാണ്ട് തന്നെ തന്ന റബ്ബ്, ചോദിക്കാതെ നമുക്ക് വേണ്ടി എല്ലാം തന്ന റബ്ബ്, ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ആ അള്ളാഹിനിക്ക് മനസ്സറിഞ്ഞ് അവനോട് നമ്മൾ ശുക്ർ കാണിച്ചാൽ നമ്മൾ ചോദിച്ചത് തരോ തരല്ലേ, അത്രമാത്രം ഒന്ന് ചോദിച്ചാൽ മതി. ചോദിക്കാതെ ഇതൊക്കെയും തന്ന റബ്ബ് നമ്മൾ മനസ്സറിഞ്ഞ് അള്ളാഹു തന്നതിലേക്ക് നന്ദി കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചത് തരോ തരൂല? തരും. അത്രയും നമുക്ക് വേണ്ട. അപ്പൊ അതിനാണ് നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക്ഷോപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. അപ്പൊ പ്രോസസ്സിലേക്ക് നമ്മൾ കടന്നു. അപ്പൊ നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി തരാണ്. ഇന്നിപ്പോ നിങ്ങളോട് ഞാൻ പറഞ്ഞു 30 അനുഗ്രഹങ്ങൾ എഴുതാൻ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ നാളത്തേക്ക്, എന്ന് വെച്ചാൽ ഇന്ന് രാത്രി ആകുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് റബ്ബ് നൽകിയ 100 അനുഗ്രഹങ്ങൾ എഴുതും. 100 അനുഗ്രഹം. നിങ്ങൾ വിചാരിക്കും എഴുതണം. മൻ കതബ കറ വമൻ ഹഫിള ഫറ. മൻ കതബ കറ, നമ്മളെ എഴുതി കഴിഞ്ഞാൽ എന്താണെന്നറിയോ? അത് മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ പറ്റി പിടിക്കുന്നതാണ്. സുബൂത്ത് ഉണ്ടാവും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ. അതേസമയത്ത് ഒമൻ ഹഫിള ഫറ, മനസ്സിന്റെ ഉള്ളിൽ വെച്ച് നടന്നാലോ അത് കുറച്ച് നിങ്ങൾക്ക് എന്തോ നെഗറ്റീവ് വേണ്ട മറന്നിട്ടും പോകും. പിന്നെ ആ നെഗറ്റീവ് ആയിരിക്കും നമ്മുടെ ചിന്തയിൽ ഉണ്ടാകുന്നത്. ചിന്തിച്ചൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സ് വരും, നിങ്ങൾക്ക് ഉടനെ തന്നെ ബുക്ക് എടുക്കുക, എന്നിട്ട് അള്ളാഹ് തന്ന നിയമത്തുകൾ ഏതൊക്കെ നമുക്ക് ഇങ്ങനെ വായിക്കുമ്പോൾ നെഗറ്റീവ് ഓട്ടോമാറ്റിക് പോയിട്ടുണ്ട്. അതിനാണ് എഴുതാണെന്ന് പറയുന്നത്. അപ്പൊ 100 നിയമത്തുകൾ. ആർ യു റെഡി ഫോർ ദാറ്റ്? കം ഓൺ. ഇഫ് യു ആർ റെഡി ജസ്റ്റ് ടൈപ്പ് യെസ്. 100 നിയമത്ത്. നമുക്ക് 5 ദിവസം, ഞാൻ പറഞ്ഞല്ലോ 100% ഉറപ്പ് വരാം. നമ്മുടെ ക്ലാസ് കഴിയുന്ന സമയം നിങ്ങൾ പറയും എന്റെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു ചെറിയ മാറ്റം പോലും ഇല്ലാത്ത ഒരാള് 100% ഉറപ്പിച്ചു പറയാം ഈ ക്ലാസ്സിൽ ഉണ്ടാവും. എന്താ കാരണം അറിയാം? ഇത് എന്റെ വക ഉണ്ടാക്കിയതല്ല. ഇത് റബ്ബ്, ഖാലിഖാകുന്ന റബ്ബ് ഈ ലോകം സൃഷ്ടിച്ചത് അങ്ങനെ തന്നെ. അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനി നമ്മൾ മെഡിറ്റേഷനിലേക്ക് കടക്കുക. ഓക്കെ, എല്ലാവരും നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പ് ഞാൻ ലിങ്ക് അയച്ചു തരും. ആ ഡിസ്കഷൻ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. എന്നിട്ട് അതിലാണ്, ആ ഡിസ്കഷൻ ഗ്രൂപ്പിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ എഴുതിയ അനുഗ്രഹങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അതെന്തിനാണ് ഷെയർ ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് അത് കാണും. എന്നിട്ട് അതിനൊരു ആക്ടിവിറ്റി ഉണ്ട് ഇൻഷാ അല്ലാഹ്, അത് നിങ്ങൾക്ക് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞു തരും. വ്യത്യസ്തമായിട്ടുള്ള ആക്ടിവിറ്റികളൊക്കെ ചെയ്യാനുള്ളത് ഞാൻ ഗ്രൂപ്പിൽ അറിയിച്ചു തരും ഇൻഷാ അല്ലാഹ്. അപ്പൊ റെഡി അല്ലേ എല്ലാവരും? അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു എന്താക്കാം, മെഡിറ്റേഷനിലേക്ക് കടക്കാം. ഗൈഡഡ് മെഡിറ്റേഷൻ ആണ്. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻഷാ അല്ലാഹ്, എല്ലാവരും റെഡി അല്ലേ? ഗൈഡഡ് മെഡിറ്റേഷൻ ഒരു 5-10 മിനിറ്റ് അത്രയും റെഡി അല്ലേ എല്ലാവരും? കമാ. അപ്പൊ എല്ലാവരും എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ ഹെഡ്ഫോൺ ഉള്ള ആൾക്കാരാണെങ്കിൽ ഹെഡ്ഫോൺ ഉപയോഗിക്കുക. എന്നിട്ട് നല്ല റാഹത്തോടു കൂടെ ഒരു സ്ഥലത്ത് ഇരിക്കുക. നല്ല റാഹത്തോടു കൂടി ഒരു സ്ഥലത്ത് ഇരിക്കുക. ഞാൻ നിങ്ങളോട് കണ്ണടക്കാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ണ് ക്ലോസ് ചെയ്യണം. എല്ലാവരും എന്ത് ചെയ്യണം? ഒന്ന് കണ്ണ് ക്ലോസ് ചെയ്യാം. ഡ്രൈവിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി, അവര് ചെയ്യേ വേണ്ട. ഡ്രൈവിംഗ് ചെയ്യുന്ന ആൾക്കാർ ഒരു കാരണവശാലും ഇതുണ്ടാവാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. കുക്കിംഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുക. ഇരുന്നിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. കിടന്നിട്ട് ചെയ്യാൻ നോ പ്രോബ്ലം, ബട്ട് ഐ പ്രിഫർ സിറ്റിംഗ് ഇസ് ബെറ്റർ വൺ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളോട് കണ്ണടക്കാൻ പറയും. ആ കണ്ണടച്ചതിന് ശേഷം ഞാൻ എന്താണോ പറയുന്നത് അത് നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യുക? ഇമാജിൻ ചെയ്യുക, അഥവാ വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് ആണോ വരുന്നത് അത് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാനും പറ്റും. ഓക്കെ, റെഡി അല്ലേ എല്ലാവരും? ഓക്കെ, ഇൻഷാ അല്ലാഹ് എല്ലാവരും കണ്ണ് ക്ലോസ് ചെയ്ത്, കഴിയുമെങ്കിൽ ഒരു മിനിറ്റ് കണ്ണ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് എന്റെ വീഡിയോ ശ്രദ്ധിക്കുക. കൈ എന്താക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 കൈകളും നിങ്ങളെ പൊക്കിളിന്റെ ഭാഗത്ത്, അഥവാ തൈസിന്റെ മുമ്പിലായിട്ട് നമ്മുടെ പൊക്കിളിന്റെ ഭാഗത്തേക്ക് സെറ്റ് ആക്കിയിട്ട് ഈ 2 കൈകൾ, ഇതാ തമ്പ് ഉണ്ടല്ലോ, ഈ തമ്പ് ഇങ്ങനെ പിടിച്ചിരുന്നാൽ സൂപ്പർ ആയിട്ട്. മുദ്ര പോസ്റ്റ് എന്നാണ് ഇതിനെ പറയല്. ഇങ്ങനെ ഇരിക്കുക. ഇനി അല്ലെങ്കിൽ പ്രശ്നമല്ല, നിങ്ങൾ
സാധാ നോർമൽ ആയിട്ട് ഇരുന്നാലും പ്രശ്നമില്ല. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. കമോൺ, അവര് പറയുന്നുണ്ട് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. മിസ് സുനൈന സേസ് ദാറ്റ് നോ. ബാക്കിയുള്ള ആൾക്കാർ, അപ്പൊ സുനൈന ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി നോക്കുക. ബാക്കി എല്ലാ ആൾക്കാരും നോ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇരിക്കുക. ഓക്കെ, പ്രോപ്പർ ആയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുക. റിലാക്സ് യുവർ സെൽഫ്, ക്ലോസ് യുവർ ഐസ്, ടേക്ക് എ ഡീപ് ബ്രീത്തിങ്. നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഇതെല്ലാവരും ഞാൻ പറയുന്ന പ്രോസസ്സാണ് ചെയ്യേണ്ടത്. കണ്ണടച്ച് എന്താക്കുക, ഒരിടത്ത് ഇരിക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നന്നായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ടേക്ക് എ ഡീപ് ബ്രീത്തിങ്. മൂക്കിലൂടെ നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വായിലൂടെ പുറത്തേക്ക് വിടുക. ടേക്ക് എ ഡീപ് ബ്രീത്തിങ് ത്രൂ യുവർ നോസ്. മൂക്കിലൂടെ നന്നായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഒരു 2 സെക്കൻഡ് പിടിച്ചു വെക്കുക. എന്നിട്ട് വായിലൂടെ പുറത്തേക്ക് വിടുക. റിലീസ് ത്രൂ ദ മൗത്ത്. Once again, take a deep breath in and breathe out slowly. മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വായിലൂടെ പുറത്തേക്ക് വിടുക. ഒന്നുകൂടി നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. മൂക്കിലൂടെ നന്നായി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വായിലൂടെ പുറത്തേക്ക് വിടുക. Once again, take a deep breath in and breathe out slowly. ഇനി നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിടുക. മനസ്സിൽ പറഞ്ഞാൽ മതി. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, പുറത്തേക്ക് വിടുമ്പോൾ അൽഹംദുലില്ലാഹ്. വൺസ് അഗൈൻ, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, പുറത്തേക്ക് വിടുമ്പോൾ അൽഹംദുലില്ലാഹ്. ഇനി നോർമൽ ആയിട്ട് നിങ്ങൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ്, യു ആർ ഗിഫ്റ്റിംഗ് യുവർ സെൽഫ് പീസ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിന് വലിയൊരു സമാധാനം കൊടുക്കാൻ പോകുന്ന ഒരു പ്രോസസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇൻഷാ അല്ലാഹ്. അപ്പൊ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ഇത് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നുകൂടി നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സ്ലോ ആയിട്ട് പുറത്തേക്ക് വിടുക. അൽഹംദുലില്ലാഹ്. അള്ളാഹു പറയുന്നുണ്ട്, ലഇൻ ശകർതും ലഅസീദന്നകും. ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഷുവർലി ഇൻക്രീസ് യു. നന്ദി കാണിക്കുന്ന മനസ്സ് നിനക്കുണ്ട് എങ്കിൽ ഇനിയും ഒരുപാട് നന്ദി കാണിക്കാനുള്ള അവസരം നിനക്ക് ഞാൻ തരുമെന്ന് റബ്ബ് പറയുകയാണ്. ഇൻഷാ അല്ലാഹ്, നമ്മുടെ മനസ്സിലേക്ക് നല്ലൊരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ മൈൻഡ് എനിക്ക് സെറ്റ് ചെയ്യണം. അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്, അത് ഞാൻ എൻജോയ് ചെയ്യാൻ പോവുകയാണ്. ഞാനത് എൻജോയ് ചെയ്യാൻ പോവുകയാണ്. മനസ്സിൽ ആവർത്തിച്ച് പറയുക. ഐ എം ഗോയിങ് ടു എൻജോയ് ദ ബ്യൂട്ടി ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡിന്റെ സുഗന്ധം ഭംഗി ഞാനിപ്പോൾ ആസ്വദിക്കാൻ പോവുകയാണ്. ഇനി നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങളുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരിക. ബ്രിങ് യുവർ അറ്റൻഷൻ ടു യുവർ ബോഡി. നിങ്ങളുടെ ശ്രദ്ധകൾ മുഴുവനും നിങ്ങളുടെ ശരീരത്തിലേക്ക് മാത്രം കൊണ്ടുവരിക. ഫീൽ യുവർ ഹാർട്ട് ബീറ്റ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആ അടി അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളുടെ ഹാർട്ട് ബീറ്റിലേക്ക് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ഒബ്സർവ് ചെയ്ത് നോക്കുക. അതിലേക്ക് മാത്രം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ഒബ്സർവ് ചെയ്ത് നോക്കുക. അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങളുടെ ഹൃദയം, ഹാർട്ട്. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അത് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉമ്മയുടെ വയറ്റിനുള്ളിൽ, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത്, ഈ ലോകത്തേക്ക് നാം ജനിക്കുന്നതിന് മുമ്പ് ഉമ്മയുടെ വയറ്റിലായിരിക്കുന്ന സമയത്ത് തന്നെ ആ ഹാർട്ട് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
ആ അടിക്കാൻ തുടങ്ങിയത് മുതൽ ഈ സെക്കൻഡ് വരെ ഒരിക്കൽ പോലും ഒരു ബ്രേക്ക് എടുക്കാതെ അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത്, നമ്മൾ കരയുന്ന സമയത്ത്, നമുക്ക് സുഖമില്ലാത്ത സമയത്ത്, നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്ന സമയത്ത്, എല്ലാ സമയത്തും അതിങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ അള്ളാഹുവിനെ മറന്ന സമയത്ത് പോലും നമ്മുടെ ഹൃദയം നമ്മളെ മറന്നിട്ടില്ല, അല്ലെ? ഓരോ ദിവസങ്ങളും, ഈച്ച് ആൻഡ് എവരി സിംഗിൾ ഡേ, ഓരോ ദിവസങ്ങളിലും നമ്മുടെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1,00,000 പ്രാവശ്യമാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. 1,00,000 പ്രാവശ്യമാണ് നമ്മുടെ ഒരു ദിവസം നമ്മുടെ ഹാർട്ട് ബീറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം ഏകദേശം 36 മില്യൺ പ്രാവശ്യം അതിങ്ങനെ അടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര വർഷമായി ആ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്? അതിന് നമ്മൾ സാലറി കൊടുത്തിട്ടില്ല, അതിന് ഹോളിഡേയ്സ് കൊടുത്തിട്ടില്ല, അതിനൊരു കംപ്ലൈന്റും നമ്മൾ കൊടുത്തില്ല. പക്ഷെ ഇറ്റ് വർക്ക് സൈലന്റ്ലി, ലോയലി ആൻഡ് എൻഡ്ലെസ്. എന്താ കാരണം എന്നറിയാം? എന്റെ റബ്ബാണ് അത് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്റെ ഖാലിക്കാകുന്ന റബ്ബ് ഒരു സെക്കൻഡ് പോലും ആ ഹാർട്ട് ബീറ്റ് സ്റ്റോപ്പ് ആകാൻ പറയാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹ്ക്ക് വേണമെങ്കിൽ നേരത്തെ തന്നെ അത് സ്റ്റോപ്പ് ആക്കാമായിരുന്നു. എത്രയോ ആൾക്കാർ ഈ ലോകത്ത് മരിച്ചു വീഴുന്നുണ്ട്. ആ ഹാർട്ട് ബീറ്റ് ഒന്ന് അടിക്കുന്നത് നിർന്നാൽ ആ സെക്കൻഡ് കൊണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കി, ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് സമയം അതെങ്ങാനും സ്റ്റോപ്പ് ആയിരുന്നുവെങ്കിൽ എന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ഫീൽ ചെയ്തു. ഒരു 10 സെക്കൻഡ് സമയത്തേക്ക് എന്റെ ഹാർട്ട് ബീറ്റ് സ്റ്റോപ്പ് ആയാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? എന്റെ സ്വപ്നങ്ങൾ, എന്റെ കുടുംബം, എന്റെ പ്ലാൻ, എന്റെ റെസ്പോൺസിബിലിറ്റി എല്ലാം സ്റ്റോപ്പ് ആയിരുന്നു. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കി, ഒരു സെക്കൻഡ്. യെസ്, ഈ മിറാക്കൾ ഓരോ സെക്കൻഡുകളിലും എന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതിന് കാരണമായിരുന്നു അറിയാം എന്റെ റബ്ബല്ലേ. ആ റബ്ബിനോട് ഞാൻ എത്ര ശുക്ർ പറഞ്ഞിട്ടുണ്ട്, ആ റബ്ബിനോട് ഞാൻ എത്ര സമയം ശുക്ർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കിയ നമ്മുടെ വീട്ടിലുള്ള കരണ്ട് 24 മണിക്കൂറും ഉണ്ടെങ്കിൽ നമുക്ക് എത്ര സന്തോഷമാണ്. ഏതെങ്കിലും ഒരു സമയം കരണ്ട് ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് എത്ര പ്രയാസമുണ്ടെന്ന് അറിയാം, എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മളെ എപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ നമുക്ക് എന്ത് സ്നേഹമായിരിക്കും. എപ്പോഴും നമ്മളെ സഹകരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അയാളോട് നമുക്ക് എത്ര സന്തോഷം ഉണ്ടായിരിക്കും, എത്ര താങ്ക്ഫുൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ജനിക്കുന്നതിന് മുമ്പ്, നമ്മൾ ഈ ലോകത്ത് ജനിച്ചു വീഴുന്നതിന് മുമ്പ് തുടങ്ങിയ നമ്മുടെ ഹാർട്ട് ബീറ്റ് അത് സംവിധാനിച്ചു തന്ന എന്റെ റബ്ബ്, ആ റബ്ബിനോട് നമ്മൾ എത്ര സ്നേഹം കാണിച്ചിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കി. റബ്ബേ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ആ റബ്ബിനോട് പാടിയ, റബ്ബേ നിന്നോട് എത്രമാത്രം സ്തുതി ഞാൻ കാണിക്കണം. അൽഹംദുലില്ലാ, എന്റെ ഓരോ ഹാർട്ട് ബീറ്റും നിനക്കുള്ള സ്തുതിയാണ് റബ്ബേ. അല്ലാഹ് 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 എന്ന ചിന്ത ഓരോ ഹാർട്ട് ബീറ്റിനും ഞാനിതാ നിന്നോട് പ്രകടിപ്പിക്കുകയാണ് റബ്ബേ. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ഓരോ സമയത്തുള്ള ശ്വാസം അടക്കുന്നതായിട്ട് നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം ഏകദേശം 20,000 പ്രാവശ്യമാണ് ഒരു ദിവസം നമ്മൾ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഓർത്തിട്ട് ശ്വാസം എടുക്കുന്നതല്ല, നമ്മൾ കോൺഷ്യസ് ആയിട്ട് ശ്വാസം എടുക്കുന്നതല്ല. ഓട്ടോമാറ്റിക് ആയിട്ട് അള്ളാഹു നമ്മൾ ഓർത്തുകൊണ്ട് അള്ളാഹു നമുക്ക് ഇങ്ങനെ ശ്വാസം എടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ശ്വാസം വലിക്കുന്നുണ്ട്, നമ്മൾ തലതിരിഞ്ഞ് വീണാലും ശ്വാസം വലിക്കുന്നുണ്ട്, നമ്മൾ അൺകോൺഷ്യസ് ആയ സമയത്തും ശ്വാസം പ്രോസസ് നടക്കുന്നുണ്ട്, അല്ലെ? 1 മിനിറ്റ് സമയത്തേക്ക് നമുക്ക് ശ്വാസം കിട്ടാതായാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ എന്റെ റബ്ബ് എത്ര കൊല്ലമായിരിക്കും ശ്വസിക്കാനുള്ള അവസരം തരുന്നു, നല്ല ശുദ്ധമായിട്ടുള്ള ഓക്സിജൻ തരുന്നു. ആ ശ്വസിക്കുന്നത്
ആ ഓക്സിജൻ നമ്മുടെ ശരീരത്തിലൂടെ പോയി ഓരോ സെല്ലുകളിലും കടന്ന് അവസാനം അത് മുഴുവൻ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് എത്ര ക്ലിയർ ആയിട്ട് പുറത്തു പോകുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ എന്റെ റബ്ബ് നൽകുന്ന അനുഗ്രഹങ്ങൾ എത്രയൊക്കെയാണ്. ആ റബ്ബിലേക്ക് ഞാൻ അറിഞ്ഞ് അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ കൈ രണ്ടും മനസ്സിലെ ഹാർട്ടിന്റെ ഭാഗത്തേക്ക് വെക്കുക. രണ്ട് കൈകളും നിങ്ങളുടെ ഹാർട്ടിന്റെ ഭാഗത്തേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് റബ്ബ് നൽകിയ ഓരോ അനുഗ്രഹങ്ങൾ, നമ്മുടെ കണ്ണ്, നമ്മുടെ കാത്, നമ്മുടെ കൈകൾ, നമ്മുടെ കാലുകൾ, അതൊന്നും മനസ്സറിഞ്ഞുകൊണ്ട് ഓരോന്നിനും ഒന്ന് ശുക്ർ ചെയ്ത് നോക്കി. അൽഹംദുലില്ലാ, എനിക്ക് രണ്ട് കണ്ണ് തന്ന റബ്ബ്. ഈ ലോകത്ത് കണ്ണില്ലാതെ കാഴ്ചയില്ലാതെ കഷ്ടപ്പെടുന്ന എത്ര ആൾക്കാര്, സ്വന്തം ഉമ്മാനെ കാണാത്ത, ഉപ്പാനെ കാണാത്ത, ഈ ദുനിയാവ് ആസ്വദിക്കാൻ കഴിയാത്ത എത്ര എത്ര ആൾക്കാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. ഒന്ന് നിങ്ങളെ കുറിച്ച് നോക്കിയേ, നിങ്ങളെ കുറിച്ച് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ രണ്ട് കണ്ണുകളും ഇല്ലായിരുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതം എന്താകുമായിരുന്നു? യാ റബ്ബന, യാ റബ്ബന. എനിക്ക് നീ കണ്ണ് തന്നു, ആ കണ്ണിന് കാഴ്ച തന്നു. അൽഹംദുലില്ലാ, മനസ്സറിഞ്ഞു പറയുക അൽഹംദുലില്ലാ. രണ്ട് കൈകൾ നീ തന്നു റബ്ബ്. കൈകളില്ലാതെ കഷ്ടപ്പെടുമ്പോ എത്ര ആൾക്കാർ ഈ ലോകത്തുണ്ടെന്നോ. എനിക്കും കൈയില്ലാതിരുന്നുവെങ്കിൽ ഞാൻ എങ്ങനെയാകുമായിരുന്നു? ചിന്തിച്ചൊക്കെ, കൈയില്ലാത്ത ഞാൻ എങ്ങനെ ഉണ്ടാകും? കൈയില്ലായിരുന്നുവെങ്കിൽ ഞാൻ എങ്ങനെ എഴുതുമായിരുന്നു? കൈയില്ലായിരുന്നുവെങ്കിൽ ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കുമായിരുന്നു? കൈയില്ലായിരുന്നുവെങ്കിൽ എന്റെ ഉമ്മാന്റെ കൈ ഞാൻ എങ്ങനെ പിടിക്കുമായിരുന്നു? കൈയില്ലായിരുന്നുവെങ്കിൽ എന്റെ മക്കളെ ഞാൻ എങ്ങനെ വളർത്തുമായിരുന്നു? ഒന്ന് ചിന്തിച്ചു നോക്കിയ റബ്ബേ, നിനക്കുള്ള സ്നേഹം കൊണ്ടാണല്ലോ റബ്ബേ എന്റെ ഈ രണ്ട് കൈകൾ എനിക്കുള്ളത്. ഈ കൈകൾ കൊണ്ട് ഞാൻ എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എത്ര വേണ്ടാത്ത ഹറാമുകൾ ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ട്, എത്ര വേണ്ടാത്ത ഹറാമുകൾ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട് റബ്ബേ. നിനക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്ത തെറ്റ് കാരണത്താൽ എന്റെ കൈകൾക്കുള്ള ശക്തി ഇല്ലാതാക്കാമായിരുന്നു. പക്ഷേ നീ അത് ചെയ്തില്ലല്ലോ റബ്ബേ. കാരണം നിനക്ക് എന്നോടുള്ള അൺകണ്ടീഷണൽ ലവ്, നിനക്ക് എന്നോടുള്ള നിന്റെ അമിതാകുന്ന, നിന്റെ അടിമയാകുന്ന എന്നോടുള്ള സ്നേഹം കാരണത്താൽ ഇപ്പോഴും എനിക്ക് ഈ രണ്ട് കൈ തന്ന്, ഈ രണ്ട് കൈകൾക്കും പവർ തന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിനക്ക് എന്നോടുള്ള സ്നേഹമാണ് റബ്ബേ. മനസ്സറിഞ്ഞ അൽഹംദുലില്ലാ. നമ്മുടെ ഇമോഷൻസ് എന്താണെങ്കിലും അത് നമ്മൾ പ്രകടിപ്പിക്കണം. എന്റെ രണ്ട് കാലുകൾ ചിന്തിച്ചു നോക്കി. ഈ രണ്ട് കാലില്ലാതെ ജീവിക്കുന്ന എത്രയെത്ര മനുഷ്യന്മാരാണ് റോഡ് സൈഡുകളിൽ ജീവിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകളിലേക്ക്, പല മക്ബറകളിലേക്ക് പോകുമ്പോൾ രണ്ട് കാലുകളില്ലാതെ നിലത്തിങ്ങനെ ഉരുണ്ടു പോകുന്ന എത്രയെത്ര മനുഷ്യന്മാരുണ്ട് റബ്ബേ. ഞാനും കാലില്ലാത്തൊരു മനുഷ്യനായിരുന്നു എങ്കിൽ എന്റെ അവസ്ഥ എന്താകട്ടെ? ഞാനിപ്പോൾ എവിടെയെല്ലാം ചുറ്റാൻ പോകുന്നുണ്ട്, ഞാൻ എവിടെയൊക്കെ നടന്നിട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ നീ തന്ന കാലിന്റെ പവർ കൊണ്ടല്ല റബ്ബേ. ഞാൻ ഈ കാലുകൾ കൊണ്ട് എത്ര ഹറാമ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം, എത്ര വേണ്ടാത്ത സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. നിനക്കെങ്ങാനും അതിഷ്ടമായിരുന്നില്ലെങ്കിൽ ആ കാലുകൾ നശിച്ചു പോയിരുന്നുവെങ്കിൽ എന്റെ ജീവിതം എന്താവട്ടെ. പക്ഷെ ഇന്നും എനിക്ക് നീ കണ്ടു തന്ന ആ കാലിന് ശക്തി തന്നിട്ടുണ്ടെങ്കിൽ റബ്ബേ, അത് നിന്റെ സ്നേഹമാണ്, നിന്റെ റഹ്മത്താണ്. അൽഹംദുലില്ലാ. മനസ്സറിഞ്ഞ അള്ളാഹുവിനോട് ഹംദ് ചെയ്യാം. ഇങ്ങനെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും, എന്റെ ശരീരത്തിന്റെ ഈച്ച് ആൻഡ് എവറി പാർട്സ് ഓഫ് മൈ ബോഡി, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓർഗാൻസ്, ഇതൊക്കെയും നീ തന്ന നിഅമത്താണ് റബ്ബേ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. മനസ്സറിഞ്ഞ് ഫീൽ ചെയ്യുക. നാം നിർത്തുകയാണ്. മനസ്സറിഞ്ഞ് ഫീൽ ചെയ്യുക. ആ റബ്ബിനോട് ശുക്ർ ചെയ്യുക. അൽഹംദുലില്ലാ ഫോർ എവറിത്തിങ്. യാ അല്ലാഹ്, അല്ലാഹ് നീ തന്ന ഓരോ നിഅമത്തുകൾക്കും എനിക്ക് ശുക്ർ കാണിക്കണം. ഓരോ ദിവസവും നിനക്ക് മനസ്സറിഞ്ഞ് ഹംദ് ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ റബ്ബേ. നീ മനസ്സറിഞ്ഞ് തൗഫീഖ് നൽകണേ അല്ലാഹ്. മനസ്സറിഞ്ഞ് നിന്നോട് ശുക്ർ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എനിക്ക് ഉപ്പാനെ തന്നു, ഉമ്മാനെ തന്നു, ഭർത്താവിനെ തന്നു, മക്കളെ തന്നു, ഭർത്താവിന്റെ ഉമ്മ, ഇങ്ങനെ ഓരോന്നും നീ തന്നിട്ടുണ്ട് റബ്ബേ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ.
മനസ്സറിഞ്ഞ് ഒരു 3 പ്രാവശ്യം നിങ്ങളുടെ വായിലൂടെ അൽഹംദുലില്ലാ പറയുക. സ്ലോലി ഓപ്പൺ യുവർ ഐസ്. കണ്ണുകൾ ഓപ്പൺ ചെയ്താൽ നിങ്ങൾ 2 കൈകൾ നന്നായിട്ടൊന്ന് അരച്ചിട്ട് ജസ്റ്റ് ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് അരക്കുക. 2 കൈകൾ നന്നായിട്ടൊന്ന് അരച്ചിട്ട് 2 കണ്ണുകളിലേക്ക് ഒന്ന് ശരീരത്തിൽ തടവി കൊടുക്കുക. ഓക്കെ, ഹൗ ഡു യു ഫീൽ റൈറ്റ്? എന്ത് തോന്നുന്നു? എല്ലാരും വന്നില്ലേ? പുറത്തു വന്നില്ലേ? അവിടെ തന്നെ ബാക്കിയാ? ഹലോ, യെസ്. വാട്ട് ഡു യു ഫീൽ? നിങ്ങളുടെ ഫീലിംഗ് ഷെയർ ചെയ്തോളൂ. വാട്ട് ഡു യു ഫീൽ? വോയിസിൽ പറയുന്ന ആൾക്കാർ വേണമെങ്കിൽ വോയിസിൽ പറയാം. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? ജസ്റ്റ് നമ്മൾ കുറച്ചാണ് ചെയ്യുന്നത്. നാളെ നമ്മുടെ ക്ലാസ്സിനേക്കാളും കൂടുതൽ മെഡിറ്റേഷൻ ആണ് ഉണ്ടാവുക. അരമണിക്കൂർ മെഡിറ്റേഷൻ ഉണ്ടാവും, നല്ല ഡീപ്പർ ആയിട്ടുള്ള ഇൻഷാല്ല ഡീപ്പർ ഹീലിംഗ്. നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ഹീലിംഗ് നടത്തുന്ന ഒരു മെഡിറ്റേഷൻ ആണ് ഇൻഷാല്ല നാളെ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോയിസിലൂടെ പറയാം, മൈക്ക് ഓൺ ആക്കിയിട്ട്. യെസ്, നാം അള്ളാഹുവിന്റെ എത്ര അനുഗ്രഹം ചിന്തിക്കാതെ പോയിട്ടുണ്ട്. യെസ്, കരഞ്ഞു പോയി. യെസ്, ചെറിയൊരുന്നാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, ചെറുത് മാത്രം. ആരെങ്കിലും വോയിസിൽ വരുന്നുണ്ടെങ്കിൽ വോയിസിൽ വരാം ഇൻഷാ. ആരെങ്കിലും ഒരാൾ, എല്ലാവർക്കും ചാൻസ് ഇല്ല. ഒരാൾക്ക് മൈക്ക് ഓപ്പൺ ആക്കിയിട്ട് വിഷയം പറയാം. അത് നമ്മുടെ ഇമോഷൻ ആണ്, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഫീലിംഗ് ആണ് അത് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ഒരു തോട്ട്സ് ഉണ്ട്, അതിങ്ങനെ പൊട്ടലാണ്. ആ പൊട്ടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മളിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. ആ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. ഇത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരെ കൊണ്ട് കയ്യിൽ വിശ്വസിക്കുന്നതല്ല. ചില ആൾക്കാരെ മനസ്സിൽ, ഞാൻ ആദ്യം പറഞ്ഞൊരു വാക്കുണ്ട്, ഷർത്ത് എന്താണ്? സ്റ്റോപ്പ് ലോജിക്കൽ മൈൻഡ്. നമ്മുടെ ലെഫ്റ്റ് ബ്രെയിൻ ഓഫ് ചെയ്ത് വെക്കാൻ പറഞ്ഞു. എന്താ കാരണം? നമ്മളിങ്ങനെ ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചിന്തിക്കും, ഞാനത് എങ്ങനെ പറയല് പഠിച്ചോന്, അല്ല ഞാനിപ്പോ എന്ത് ചെയ്യല, ആൾക്കാർ കണ്ടെങ്കിൽ എന്ത് വിചാരിക്കും, അതൊന്നും ഇവിടെ നോക്കാനില്ല. ഐ വാണ്ട് ടു റീവയർ മൈ തോട്ട്സ്. എന്റെ ജീവിതം എനിക്കൊന്ന് മാറ്റിയെടുക്കണമെന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ചിന്തയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. എനിബഡി വാണ്ട്സ് ടു സേ? നിങ്ങൾക്ക് എന്ത് തോന്നി? വാട്ട് എക്സാക്ട്ലി യു ഫെൽറ്റ്? വേണ്ടാലും മൈക്ക് ഓപ്പൺ ആക്കാം, ജസ്റ്റ് ഷെയർ. യെസ്, ആരും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫൈൻഡ് അപ്പ് ചെയ്യാം ഇൻഷാ. ആരെങ്കിലും ഉണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്തോളൂ. വിറ്റ് അനുഗ്രഹങ്ങൾ പുറത്ത് കരഞ്ഞുപോയി. യെസ്, റബ്ബിന്റെ അനുഗ്രഹങ്ങൾ ഓർത്ത് കരഞ്ഞുപോയി. യെസ്, ഓക്കെ. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും നല്ല രൂപത്തിൽ അള്ളാഹുവിനോട് ശുക്ർ കാണിച്ച് ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ തൗഫീക്ക് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ ക്ലാസ് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന്റെ റെക്കോർഡിംഗ് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് കിട്ടും. ഒന്നുകൂടി കേൾക്കുക, ആവർത്തിച്ച് കേട്ടുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ഇന്ന് ഇപ്പോ ഉണ്ടായ ഫീലിങ്സ്, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പം അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ജോയിൻ ആവണം, അവരൊക്കെ വരണം. കാരണം അവരൊക്കെ അവരുടെ ജീവിതത്തിൽ, എല്ലാ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെയാണല്ലോ, എല്ലാവരിലും നമ്മൾ എന്ത് ചെയ്യണം? ആ മാറ്റം, ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം ഇൻഷാ അല്ലാഹ്. റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഗ്രൂപ്പിൽ ഇൻഷാ അല്ലാഹ് ഇപ്പൊ തന്നെ ഗ്രൂപ്പിലേക്കും ഡിസ്കഷൻ ഗ്രൂപ്പ്, ആ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ചെയ്യാം. പ്ലസ് ഇന്ന് രാത്രി ഒരു 12 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ 100 അനുഗ്രഹങ്ങൾ എന്താക്കുക? എഴുതുക. എന്നിട്ട് അതിന്റെ ഫോട്ടോ എടുക്കുക, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.